അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശാലമായ കാരുണ്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാക്കി വെച്ച വലിയൊരു സന്തോഷമാണ് സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലി നമ്മൾ മാത്രമല്ല, നമ്മുടെ മുൻഗാമികളും വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചുപോയ അമ്പിയാക്കളുടെ സമുദായങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. തങ്ങളെ അവർ കണ്ടിട്ടില്ല, തങ്ങൾ ലോകത്ത് വരും എന്നൊരു അറിവ് മാത്രമേ അവർക്കുള്ളൂ. തങ്ങളെ ഉമ്മത്തിലും അവരുൾപ്പെട്ടിട്ടില്ല. എന്നിട്ടും അവിടുത്തെ മഹത്വങ്ങൾ വാഴ്ത്തി സ്വലാത്ത് ചൊല്ലി അനുദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി ധാരാളം അറിവുകൾ പഠിച്ച് മുൻഗാമികളായ ധാരാളം ആളുകൾ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലേക്ക് സന്തോഷമാകുന്ന ധാരാളം കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടി. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു, വകാനൂ യസ്തഫ്തിഹൂന മിൻ ഖബൽ. തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ്, ജനിക്കുന്നതിൻ്റെ മുമ്പ്, നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അന്നത്തെ കാലത്തെ ഗോത്രത്തലവന്മാർ പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. വിജയപ്രാർത്ഥന. സംഘട്ടനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ നബി തങ്ങളെ കണ്ടിട്ടൊന്നുമില്ല. തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് വിജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തിയിരുന്നു. അല്ലാഹുമ്മ അൻസുർനാ ബിന്നബിയിൽ മബ്ഊസി ആഖിറസ്സമാൻ. അവസാന കാലത്ത് നിയുക്തനാക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്നവർ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന കൊണ്ട് വലിയ വിജയവും ലഭിച്ചിരുന്നു. അള്ളാഹു പറയുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് വലിയ വിജയങ്ങളൊക്കെ വാരിക്കൂട്ടിയ ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ തങ്ങളെ അനുഭവിച്ചവരാണ്. ആ നബി യഥാർത്ഥ നബിയാണെന്ന് അവർക്ക് വിജയത്തിലൂടെ മനസ്സിലായി. സംഘട്ടനത്തിന് പോകാണ്, പോർക്കളത്തിലേക്ക്. അപ്പോഴാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അൻസുർനാ ബിന്നബിയിൽ മബ്ഊസി ആഖിറസ്സമാൻ. അവസാന കാലത്ത് നിയോഗിക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ. അങ്ങനെ പ്രാർത്ഥന നടത്തി ഇറങ്ങുന്ന ആളുകൾ മുത്തുനബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരല്ല. പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു നബി വരാനുണ്ട് എന്ന് അറിവ് കിട്ടിയവരാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥിച്ച ആളുകളിലേക്ക് അങ്ങ് വന്നപ്പോൾ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി. അവർ നേരെ വിശ്വസിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവർ നിഷേധിച്ചു. ജൂതന്മാരിൽപ്പെട്ട പ്രബല വിഭാഗങ്ങൾ തങ്ങളെ നിഷേധിച്ചു. അള്ളാഹു പറയുന്നു, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. ആ നിഷേധിച്ച വിഭാഗത്തിന് അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. സത്യത്തിൽ അനുഭവിച്ചറിഞ്ഞു തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ. പിന്നെ കാണുമ്പോഴേക്ക് വിശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം ഏറ്റവും വലിയ തെളിവാണല്ലോ അവനവൻ്റെ അനുഭവജ്ഞാനം. അത് കിട്ടിയിട്ടും വിശ്വസിക്കാതിരുന്നപ്പോൾ അവരുടെ അസൂയ എത്രമാത്രം മൂർച്ചയിലാണ്. ജൂതന്മാര് തങ്ങളെ വിശ്വസിക്കാതിരുന്നത് അറിയാത്തത് കൊണ്ടല്ല, അസൂയ മൂത്തിട്ടാണ്. അവരാദ്യം പറഞ്ഞു, ഒരു നബി വരികയാണെങ്കിൽ ഞങ്ങളെ ഗോത്രത്തിൽ നിന്ന് വരണം, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് വരണം. അറബികളിൽ നിന്നല്ല ഒരു നബി വരേണ്ടത്. കാരണം മുൻകാലത്ത് ഒരുപാട് നബിമാര് ഞങ്ങളെ തലമുറയിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ എണ്ണി, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പുള്ള ഒരുപാട് നബിമാരെ എണ്ണി. എന്നിട്ട് അവർ പറഞ്ഞു, ഇനി അവസാനത്തൊരു നബിയും വരികയാണെങ്കിൽ അറബികളിൽ നിന്നല്ല വരേണ്ടത്,
ഞങ്ങളെ കുടുംബത്തിൽ നിന്നാണ്. സത്യത്തിൽ ആ നബിന്റെ അടയാളങ്ങളൊക്കെ അവരറിഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് പൂജാതരായപ്പോൾ ആദ്യം ആ സന്ദേശം ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു കൊടുത്ത ആളും യഹൂദിയാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരായ അന്ന് നേരം വെളുക്കാൻ കാലത്ത് ഒരു യഹൂദി വിളിച്ചു പറഞ്ഞു, യാ മാശറൽ യഹൂദ്, ജൂത സമൂഹമേ, നിങ്ങളെല്ലാവരും പേടിക്കണം. നിങ്ങളൊക്കെ കാത്തു പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസാനത്തെ നബി വന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പിറന്ന അന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ആ നേതാവിനോട്, ആ മനുഷ്യനോട് ചോദിച്ചു, എന്ത് അടയാളങ്ങളാ കണ്ടത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, പൂർവവേദ ഗ്രന്ഥങ്ങളിൽ അവസാനത്തെ നബി വരുന്ന അന്ന് രാത്രി ഉദയം ചെയ്യുന്നൊരു നക്ഷത്രത്തെ പറ്റി പറയുന്നുണ്ട്. ആ നക്ഷത്രം ഇന്നലെ രാത്രി ഉദയം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഒരൊറ്റ രാത്രിയിലും ആ നക്ഷത്രം ഉദിച്ചിട്ടില്ല. ഇന്നലെ രാത്രി അങ്ങനൊരു പ്രകാശിക്കുന്ന നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. ആ നക്ഷത്രം ഉദിച്ച ആ രാത്രിയിലാണ് അവസാനത്തെ നബി ആഗതനാകുന്നത് എന്ന് പൂർവവേഗ ഗ്രന്ഥങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർ പരിശോധിച്ചു, അങ്ങനെ ഒരു നബി വന്നിട്ടുണ്ടോ? ഉണ്ട്. വേറെയും ഒരുപാട് പ്രത്യേകതകളായ ആ നേതാവ് പറഞ്ഞു, ആ കുട്ടിയുടെ രണ്ട് ചുമലിന്റെ ഇടയിലായി നിങ്ങളൊരു മുദ്ര കാണും. കാണാൻ നല്ല സൗന്ദര്യമുള്ളൊരു കല കാണും. അത് ഖത്മുൻ നുബുവത്ത് എന്നാണ് അതിൻ്റെ പേര്. നുബുവത്തിന്റെ സീലെന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു അടയാളമാണ്. എല്ലാവരും കൂടി ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു, കുട്ടിയെ ഒരു നോക്ക് കാണാൻ. കൂട്ടത്തിൽ ഈ വിളിച്ചു പറഞ്ഞ യഹൂദികളുടെ നേതാവുമുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറന്ന അന്നൊരൊറ്റ നോട്ടം കണ്ട ഉടനെ തന്നെ ബോധം കെട്ട് വീണുപോയി. സഹോദരങ്ങളെ, യഹൂദികൾക്ക് വിശ്വസിക്കാൻ ഇതൊക്കെ എമ്പാടും തെളിവാണ്. ഇഷ്ടം പോലെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരുടെ അസൂയ ഇതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അസൂയ വലിയൊരു രോഗമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുഅ്മിനായ മനുഷ്യന് തീരെ പറ്റാത്തൊരു രോഗമാണ് ഹസദ്. മനുഷ്യരിൽ ആദ്യമുണ്ടായ രോഗമാണ് ഹസദ്. ഇപ്പോഴും ഏറ്റവും കടുത്ത രോഗവും ഹസദ് തന്നെയാണ്. കാവൽ ചോദിക്കാൻ അല്ലാഹു തആല വളരെയധികം കൽപ്പിച്ചൊരു രോഗവും ഹസദിന്റെ രോഗമാണ്. ഹസദ് പിടിപെട്ട് കഴിഞ്ഞാൽ അതിന് ചികിത്സ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനത് പറയാം. ആ മനുഷ്യൻ, യഹൂദിയായ മനുഷ്യൻ, നബി തങ്ങളെ കണ്ട ഉടനെ തന്നെ ബോധം കെട്ട് വീണുപോയി. എന്നിട്ട് ബോധം തെളിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ബോധം കെട്ട് വീണുപോയത്? ഒന്നിനുമല്ല, ഞാൻ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ആ മുഖത്ത് വർണ്ണിച്ച വർണ്ണനകൾ മുഴുവനും, ആ ശരീരത്തിൽ വർണ്ണിച്ചിരിക്കുന്ന സൗന്ദര്യങ്ങൾ മുഴുവനും, തലമുടിയും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ രൂപഭാവങ്ങളും മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, ഇഞ്ചീലിലും തൗറാത്തിലും നേർക്ക് നേരെ രേഖപ്പെടുത്തപ്പെട്ട അടയാളങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. ഞാൻ ബോധം കെട്ട് വീണത് പേടിച്ചിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, യഹൂദികളെ, നിങ്ങളെ മുഴുവനും ഈ കുട്ടി കീഴ്പ്പെടുത്തി കളയും കേട്ടോ. ഭാവിയിൽ ജൂതന്മാരെ മുഴുവനും ഈ കുട്ടി കീഴ്പ്പെടുത്തും. അതിനുള്ള എല്ലാ ശക്തിയും കഴിവും മികവും ഈ കുഞ്ഞിൽ ഞാൻ കാണുന്നുണ്ട്. മദീനയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ യഹൂദികൾ വൻഭൂരിപക്ഷമുണ്ട്. ആ യഹൂദികൾ പല നാടുകളിൽ നിന്ന് മദീനയിൽ എത്തിയവരാണ്. മദീനയിൽ ജനിച്ച് വളർന്നവരല്ല. അവരവരെ വന്ന് താമസിക്കുന്നു. പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓരോ ഫിത്നകൾ ഉണ്ടാക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. പക്ഷേ ഇവിടെ ഓരോ ദിവസവും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ വർദ്ധിക്കുകയാണ്.
അത് കണ്ട് നിങ്ങൾക്ക് ഹസദ് കൂടി പോകരുത്. ഹസദ് കൂടിയാൽ പിന്നെ വരുന്ന വിഷയം എന്താണെന്നറിയോ? ഫിത്ന കൂടി വരും. ഫിത്ന കൂടിയാൽ പിന്നെ സംഘട്ടനങ്ങളും മറ്റു കലഹങ്ങളും ഉണ്ടായി വരും. അതുകൊണ്ട് ഫിത്നയുണ്ടാക്കാതെ വളരെ ക്ഷമയോടെ ഇവിടെ താമസിക്കണം. ഹസദ് അള്ളാഹു നമ്മുടെ ഖൽബിൽ നിന്ന് മാറ്റിത്തരട്ടെ. ആർക്ക് അള്ളാഹു തആല എന്ത് നിഅമത്ത് കൊടുത്താലും അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റണം. പറ്റുമോ? കുട്ടികൾക്ക് പറ്റും. കാരണം കുട്ടികളെ കൽബൊക്കെ നല്ല വിശുദ്ധുള്ള കൽബ്, നല്ല മക്കളാക്കി അള്ളാഹു വളർത്തി തരട്ടെ. എന്താ കുഞ്ഞുമോ നല്ല മറുപടി പറഞ്ഞു. നമ്മൾ വലിയൊരാന്ന് പെട്ടെന്ന് പറയില്ല, നമ്മളെ കട്ടി അങ്ങനെ. ഒരാൾക്ക് അള്ളാഹു തആല തൗഫീഖ് കൊടുത്തു. അയാൾ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് നല്ലൊരു വീടുണ്ടാകണം. അങ്ങനെ നല്ലൊരു ഉയർന്ന ജോലിയിലെത്തി. അയാൾ ഇവിടെ ഇങ്ങനെ തറ കെട്ടിയപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങി, 1500 സ്ക്വയർ ഫീറ്റിന്റെ രൂപത്തിൽ തറ കെട്ടി, എന്താക്കെ അവിടെ പണി? നമ്മൾ അന്വേഷണം തുടങ്ങി. അയാൾ നല്ലൊരു കമ്പനിയിൽ സൂപ്പർവൈസറാണ്. എത്രയൊക്കെ ശമ്പളം കേട്ടോ, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടോ, ഇത്ര ശമ്പളം. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ഒരു 85,000 90,000. ഇത്ര വലിയ ശമ്പളോ? അതിന് മാത്രം എന്താ അയാൾ പഠിച്ചത്? എന്നാ ഒരു അൽഹംദുലില്ലാ പറഞ്ഞൂടെ? ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ ഒരു സഹോദരന്, നാട്ടുകാരന് അല്ലാഹു തആല ഒരു നിഅമത്ത് കൊടുത്തതിൽ അൽഹംദുലില്ലാ പറഞ്ഞൂടെ? സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തെങ്കിലും വല്ല കുറവുണ്ടോ നമുക്ക്? അദ്ദേഹം നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നല്ലേ കരുതേണ്ടത്. ആരെയും ആശ്രയിക്കാതെ നല്ല നിലക്ക് നമ്മളൊരു സുഹൃത്തിന് അല്ലാഹു ജീവിതം കൊടുത്തു. മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരാകട്ടെ, ഒരു മനുഷ്യന് നല്ല ജീവിതം അല്ലാഹു തആല കൊടുത്തു എന്നുള്ള നിലക്ക് നമ്മൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാ എന്നാണ്. തറ കണ്ടപ്പോഴും നമ്മളെ കൽബിലേക്കൊരു ദേഷ്യം, കുശുമ്പ്. ജോലി കേട്ടപ്പോഴും നമ്മളെ കൽബിലേക്കൊരു മുറുമുറുപ്പ്. ശമ്പളം കേട്ടപ്പോൾ അതിനേക്കാളൊരു ബേജാറ്. അവിടെയാണ് തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഹസദിന്റെ മരുന്ന്. ഇദാ ഹസദ്ത ഫസ്തഗ്ഫിരില്ലാ, ഇദാ ഹസദ്ത ഫസ്തഗ്ഫിരില്ലാ. എപ്പോഴെങ്കിലും ഹസദ് തോന്നിയാൽ, ഒരാളെ വിദ്യാഭ്യാസത്തിലാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, സൗകര്യത്തിലാകട്ടെ, വാഹനത്തിലാകട്ടെ, പറമ്പിലാകട്ടെ, അടക്കയിലാകട്ടെ, മാങ്ങയിലാകട്ടെ, തേങ്ങയിലാകട്ടെ, എന്തിലായിക്കോട്ടെ, ഒരു ഹസദിന്റെ ലാഞ്ചന വന്നാൽ എന്താ ചികിത്സ? ഫസ്തഗ്ഫിരില്ലാഹ്. ഉടനെ നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം പറയണം. പടച്ചോനെ, നീയാണ് കൊടുത്തവൻ, ഞാൻ അതിൽ തിരുത്തുന്നത് നിന്റെ ഖളാഇനെ നിഷേധിക്കലാണ്, നിന്റെ ഖദറിൽ ഞാൻ കുറ്റപ്പെടുത്തലാണ്. അയാളും എൻ്റെ കുട്ടിയും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. പക്ഷേ ആ മനുഷ്യന്റെ കുട്ടിക്ക് കൂടുതൽ ഗ്രാഹ്യശക്തി കൊടുത്തവൻ നീയാണ്, ഓർമ്മശക്തി കൊടുത്തവനും നീയാണ്, നല്ല യുക്തിയും നല്ല തൻ്റെ ഇടവും ഉത്സാഹവും കൊടുത്തവൻ നീയാണ്. എന്തേ അയാൾ അങ്ങനെ ജയിക്കാനെന്ന് ഞാൻ ചോദ്യം ചെയ്യുന്നത് നിന്റെ ഖദർ ഖളാഇൽ ചോദ്യം ചെയ്യലാണ്, നിന്റെ ഖളാഇൽ കുറ്റപ്പെടുത്തലാണ്. രണ്ടുപേരും ഒരേ വിസക്കാണ് ഇവിടുന്ന് ദുബൈയിലേക്ക് പറന്നത്. രണ്ടാളും ഒരേ ഇന്റർവ്യൂവിനാണ് പങ്കെടുത്തത്. പക്ഷെ ഒരാൾ ബുദ്ധിപൂർവ്വം നല്ല മറുപടി പറഞ്ഞു, മറ്റേ ആൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ആ തൗഫീഖ് കൊടുത്ത് നീയാണ് അല്ലാഹ്. ഞാൻ അതിൽ എന്ത് കുറ്റപ്പെടുത്താനാണ്? രണ്ടും നീയല്ലേ കൊടുത്തവൻ, എനിക്കതിൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പോരായ്മ വന്നെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഞാനും ഒരു കല്യാണം കഴിച്ചു, എൻ്റെ അനുജനും മറ്റൊരു കല്യാണം കഴിച്ചു. എനിക്ക് അല്ലാഹു തആല ആദ്യത്തെ ഒരു കുട്ടിയെ തന്നു. ആ കുട്ടി എൻ്റെ കളറിലുമല്ല, എൻ്റെ ഭാര്യൻ്റെ കളറിലുമല്ല, അല്ലാഹു കൊടുത്തൊരു കളറിലാണ്. അതേ സമയത്ത് അനുജനുണ്ടായ ഒരു കുട്ടി, ആ കുട്ടി കാണാൻ നല്ല പളുങ്ക് പോലെ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്. എനിക്ക് ആ കുട്ടിയോട് ദേഷ്യം വേണ്ട, എനിക്ക് ആ അനുജനോടും ദേഷ്യം വേണ്ട, അനുജന്റെ ഭാര്യയോടും എനിക്ക് കുശുമ്പ് വേണ്ട. കൊടുത്തവൻ അല്ലാഹുവാൻ, എനിക്ക് തന്നതും അല്ലാഹുവാണ്, എനിക്ക് തന്നതും അല്ലാഹുവാണ്, അവർക്ക് കൊടുത്തതും അല്ലാഹുവാണ്. ഇവിടെ ചിന്തിക്കേണ്ടത് 25 വർഷമായി, 35 വർഷമായി, 40 വർഷമായി, ആണാകട്ടെ പെണ്ണാകട്ടെ, കറുത്തതാകട്ടെ വെളുത്തതാകട്ടെ, ഒരു കുട്ടിയെ കിട്ടാൻ പ്രാർത്ഥനകളും അതിൻ്റെ മാധ്യമങ്ങളുമായി നടക്കുന്നവരെത്രയുണ്ട്.
അല്ലാഹു അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാകാതെ ഔഷാരപരമായി ഔദാര്യപരമായി നീ എനിക്ക് കുഞ്ഞിനെ തന്നല്ലോ, അൽഹംദുലില്ലാഹ്. അത് പറയേണ്ടതിന് പകരം നമ്മുടെ മനസ്സ് മറ്റൊരു ദിശയിലേക്ക് നീങ്ങരുത്. സഹോദരങ്ങളെ, ഹസദ് എന്ന് പറയുന്ന രോഗം വലിയ രോഗമാണ്. ആ ഹസദും ആ കിബറും ആ റിയാഉം ഒക്കെ മാറിക്കിട്ടിയിട്ട് നമ്മുടെ മനസ്സിന് സമാധാനം വരാൻ വലിയൊരു മാർഗം അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങൾ നന്നായി നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് നമ്മുടെ ലാഹിറും ബാത്തിനും നമ്മൾ നന്നാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾക്ക് വലിയ താല്പര്യം കാണിക്കണം. പോകട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഖൽബിനുള്ള വലിയൊരു ചികിത്സയാണ്. ഞാൻ എൻ്റെ വക പറഞ്ഞു എന്ന് നിങ്ങൾ പറയണ്ട. ഖുർആൻ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ വലിയ പണ്ഡിതനായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാം. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനു, ഈമാനുള്ളവർ, വിശ്വാസമുള്ളവർ, നമ്മൾ അള്ളാഹുവിലും അള്ളാഹുവിന്റെ ഹബീബിലും വിശ്വസിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരല്ലേ. അള്ളാഹു നമ്മുടെ ഈമാന് നിലനിർത്തി തരട്ടെ. ഈമാനുള്ളവർ വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ മനസ്സുകൾക്ക് സമാധാനം വരുന്നത്, അവരുടെ മനസ്സുകൾക്ക് ശാന്തി വരുന്നത്, അവരെ മനസ്സിന് കുറ്റങ്ങളില്ലാത്ത നല്ല ക്ലിയറായ മനസ്സാകുന്നത് ദിക്റുല്ലാഹി കൊണ്ടാണ്. എന്താണ് ദിക്റുല്ലാഹി? ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി മുജാഹിദ് റളിയല്ലാഹുവിൽ നിന്ന് വിശദീകരിക്കുന്ന ഒരു തഫ്സീറുണ്ട്. ദിക്റുല്ലാഹി കൊണ്ട് ഉദ്ദേശം ആരാന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്ഹാബുഹു, അവിടുത്തെ അനുചരന്മാരും ശിഷ്യന്മാരുമാണ്. അവരെ സ്വീകരിക്കുന്നത് കൊണ്ട് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണേ, ദിക്റുല്ലാഹി കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകും. അതേ, അവിടുത്തെ അസ്ഹാബിനെ കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുബ്ബ് വെക്കുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അറിയുക, നന്നായി സ്നേഹിക്കുക, അവിടുത്തെ പേരിൽ ധാരാളം മദ്ഹുകളും സ്വലാത്തുകളും ചൊല്ലുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മുത്ത് നബി തങ്ങളെ കൊണ്ട് അല്ലാഹു തആല എത്ര പേർക്ക് സമാധാനം നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമാണോ അല്ലാഹു സമാധാനം നൽകിയത്? അല്ല. മൃഗങ്ങൾക്ക് മാത്രമാണോ അല്ലാഹു സമാധാനം നൽകിയത്? അല്ല. പിന്നെയോ അചേതന വസ്തുക്കൾക്കും സചേതന വസ്തുക്കൾക്കും ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും അല്ലാഹു തആല സമാധാനം നൽകിയിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്കും സമാധാനം കിട്ടണം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടുന്ന സമാധാനം ചെറിയ സമാധാനമല്ല. നിങ്ങൾ നോക്ക്, സ്വാലിഹീങ്ങളെ പറയുന്ന ഇടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നല്ലേ ഹദീസിലുള്ളത്. സ്വാലിഹീങ്ങളെ പറയുന്ന ഇടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. തനസ്സലുൽ മലായികതു തനസ്സലുർ റഹ്മതു തനസ്സലു മലായികത്തുർ റഹ്മതു ഇൻദ ദിക്രി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളെ പറയുന്നിടത്ത്, മഹാന്മാരെ പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. അത് വീട്ടിലാകട്ടെ, നാട്ടിലാകട്ടെ, പള്ളിയിലാകട്ടെ, സദസ്സിലാകട്ടെ, ഒറ്റക്കാകട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു തആല ഇങ്ങനെ ധാരാളം ഇറക്കിത്തരും. എന്നാൽ സ്വാലിഹീങ്ങളെ പറയുന്ന ഇടത്ത് അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് പറയുമ്പോ ഐനുർ റഹ്മത്താകുന്ന, റഹ്മത്തിന്റെ കട്ടയാകുന്ന, റഹ്മത്തിന്റെ സത്താകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നിടത്ത് പിന്നെന്ത് പറയാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തിന്റെ ഐനാണ്.
ഐനുർ റഹ്മത്ത് എന്നല്ലേ മഹാന്മാര് തങ്ങളെ വിശേഷിപ്പിച്ചത്. ആ തങ്ങളെ പറയുന്നിടത്ത് എത്രമാത്രം വലിയ റഹ്മത്താണ് അല്ലാഹു തആല ഇറക്കുന്നത്, എത്രമാത്രം വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല ഇറക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പറയണം. അതും മഹബ്ബത്തിന്റെ വലിയൊരു അടയാളമാണ്. ഈ നാട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ബന്ധമുള്ള ഒരാള് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ഈ നാട്ടിലെല്ലാ ആണിനും പെണ്ണിനും ഉപകാരം ചെയ്ത ഒരാൾ, ഉസ്താദാകട്ടെ, ഒരു സാധാരണ നിലക്കുള്ള ഒരു ഉമറാക്കൾപ്പെട്ട ഒരാളാകട്ടെ, അദ്ദേഹം മരിച്ച് 90 വർഷം 100 വർഷം കഴിഞ്ഞാലും ആ ചരിത്രങ്ങൾ ഇങ്ങനെ അടുത്ത തലമുറക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. അതെന്താ കാരണം? എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അയാളോട്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം പറയണം, എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറയുന്നത് സ്വന്തം മക്കളോട് പറയണം. എങ്ങനെ? ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായ അത്ഭുത സംഭവങ്ങൾ മക്കൾക്ക് കഥകളായി പറയണം. ഇപ്പം അങ്ങനല്ല. ഇപ്പം എന്താ കഥകള്? ഇപ്പം മൊബൈലിലൂടെ എന്തൊക്കെയോ കെട്ടുകഥകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ കെട്ടുകഥകളൊക്കെ ഈ 3, 3.5, 4 വയസ്സായ കുട്ടികൾ എന്തെങ്കിലും കച്ചുണ്ടാകുമ്പോൾ മൊബൈലിൽ ആ കഥ ഇട്ട് കൊടുക്കുകയാണ്. ആ കഥയിൽ കുറെ രൂപങ്ങളൊക്കെ കൊണ്ട് വരും. എന്നിട്ട് ഈ കുട്ടികൾ അതൊക്കെ കണ്ട് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് പോകുമ്പോഴേക്ക് അടുക്കളയിലെ പണി മറ്റേ പണിയൊക്കെ കഴിയും. പക്ഷെ അവരെ മനസ്സിലേക്ക് പകരുന്നത് ഒരു സാങ്കല്പിക ചിത്രം മാത്രമേ ഉള്ളൂ, അല്ലേ? ഒരു സാങ്കല്പിക കഥയല്ലേ ഉള്ളതാ? അതുള്ളതൊന്നല്ല. ഒരു പോത്താമ്പിന്റെ കഥ ഉള്ളതാ. എന്താ ഈ പോത്താമ്പി എന്ന് പറഞ്ഞാല്? ഉസ്താദ് പറഞ്ഞു മായാവി കഥ. എന്താണത്? ഇങ്ങനെ കുറെ കഥകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഇങ്ങനെ ഭക്ഷണം അറിയാതെ കഴിച്ചു കഥ കേൾക്കുമ്പോൾ, അപ്പൊ സുന്നത്തായ കഥ പറയാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുട്ടിക്കാലത്ത് തങ്ങളെ കാണാതായ ഒരു കഥ, ഒരു ചരിത്രം, അത് പറയാം. നിങ്ങൾ എന്ത് കഥ ഉസ്താദ് ഒരു കഥ പറഞ്ഞേരിന്ന് അറിയില്ലേ? ഒരു ചരിത്രം പറയാം. അങ്ങനെ ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ, മോനെ നമ്മളെ നബിനെ കുട്ടിക്കാലത്ത് കാണാതായി. അപ്പൊ ആ കുട്ടി ഇങ്ങനെ വീക്ഷിക്കും, നമ്മളെ നബിനെ കുട്ടിക്കാലത്ത് കാണാതെ. ആ ചരിത്രം അങ്ങനെ കഥ അങ്ങനെ ഓർമ്മ ഉണ്ടാകും. 40 വയസ്സായാലും ഉമ്മ പറഞ്ഞ കുട്ടിക്കാലത്തെ കഥ ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവും. പക്ഷെ ആ പറഞ്ഞു കൊടുക്കുന്ന കഥ, ചരിത്രം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണെങ്കിൽ ഈ ചരിത്രത്തോടൊപ്പം കൽബിൽ ഈ കഥകൾ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്നതിനനുസരിച്ച് മഹബത്ത് വർദ്ധിക്കുകയാണ്, ഇഷ്ടം കൂടി വരികയാണ്, കൽബ് തെളിയാണ്, സ്വഭാവങ്ങൾ നന്നാകാൻ, സംസ്കാരങ്ങൾ സമ്പന്നമാകാൻ. തങ്ങളെ കാണാതായ കുട്ടിക്കാലത്ത് എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല. അന്ന് അബ്ദുൽ മുത്തലിബ് ഉണ്ട്. മക്കയിലെ ഒരുപാട് ആളുകൾ പല ഭാഗങ്ങളിലും തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ വലിയ വലിയ സംഘങ്ങളെ കൂട്ടി അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ, മോനെ കഥ കേൾക്കണ്ട? കഥ കേൾക്കില്ലേ? കഥ നല്ലോണം കേൾക്കി. കുറച്ച് കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി വരുന്ന ആൾ ആരാന്നറിയോ? അബൂജഹല വരുന്നത്. അബൂജഹൽ തങ്ങളെയും കൂട്ടി വരികയാണ്. അബൂജഹൽ ഒരു വഴിക്ക് വരുമ്പോ തങ്ങൾ ഒറ്റക്ക് മരുഭൂമിയിൽ ഇങ്ങനെ, കുട്ടിയാണ്, കുട്ടിക്കാലത്ത് 8 വയസ്സൊന്നും ആയില്ല. ഇതിന് മുമ്പാ 8 വയസ്സാകുമ്പോ അബ്ദുൽ മുത്തലിബ് വഫാത്തായില്ല. അബ്ദുൽ മുത്തലിബ് ഉള്ളെന്നാണ് ചരിത്രം. 8 വയസ്സിന് മുമ്പ് മരുഭൂമിയിൽ ഒറ്റക്ക് അങ്ങനെ നിൽക്കുന്നുണ്ട് തങ്ങൾ. അപ്പൊ മോനെ എന്നാണ് വിളിച്ചു. എന്താ ഇവിടെ ഒറ്റക്ക്? ഒന്നുമില്ല, ഞാൻ ഇതിലെങ്ങനെ വന്നപ്പോ ഇവിടെ ഇങ്ങനെ നിന്നാണ്. പേടിയില്ലല്ലോ, നമ്മൾ കുട്ടിയൊക്കെയല്ലേ പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആരെ പേടി? ആരും പേടില്ല. അള്ളാഹുവിന്റെ വലിയ കാവൽ, വലിയ പ്രൊട്ടക്ഷൻ അല്ലേ, വലിയ കാവലല്ല, ആരും പേടില്ല. അങ്ങനെ വന്ന് ഇവിടെ ഒന്നും പേടിയൊന്നുമില്ല. എല്ലാവരും അവിടെ തിരയുന്നുണ്ട്, മോൻ ഇവിടെ നിൽക്ക, എന്നാ വരീന്ന് പറഞ്ഞു. അബൂജഹൽ ആ ഇരുത്തം ഇരുന്നിട്ട് ബാക്കിൽ കയറാൻ പറഞ്ഞു. വണ്ടിന്റെ ബാക്കിൽ, വാഹനത്തിന്റെ ബാക്കിൽ. നമ്മളൊക്കെ കൊണ്ടുപോകുമ്പോ വാപ്പ ഇവിടെ ഇരുത്തല്, മുന്നിലോ ബാക്കിൽ? അങ്ങനെ ഇരുത്തല് മുന്നിലാ. നല്ല സ്നേഹമുള്ള വാപ്പ. കുട്ടികളെ മുന്നിലായിരുത്തുണ്ട്. ബാക്കിൽ പോകുമ്പോൾ അതിന്റെ ബാക്കിൽ ഓടുന്ന വണ്ടിക്കാർക്ക് തന്നെ ബേജാറാണ്. കാരണം ആ കുട്ടി ചെറിയ കൈ കൊണ്ടല്ലേ ഈ പിടിച്ച, ഈ പിടുത്തം ശരിക്കും ഒത്തിട്ടില്ലെങ്കിൽ വലിയ ബേജാറാ. മുന്നിലാണെങ്കിൽ അത്ര പ്രശ്നമല്ല, കാരണം ഈ വാപ്പാക്ക് നോക്കാനും ഒന്ന് ഒതുക്കാനും പിടിക്കാനൊക്കെ നല്ല ഒരു നോട്ടുണ്ടല്ലേ ഇതിലേക്ക്. മുന്നിലല്ലേ
എല്ലാ നിലക്കും കുട്ടിക്ക് ഇരിക്കാൻ തന്നെ ഒരു ധൈര്യമാണ്. പിന്നെ ഒരു കസേരയും കിട്ടും, ബാക്കിലാവുമ്പോൾ കിട്ടൂലല്ലോ. മുന്നിലാവുമ്പോൾ ഇങ്ങനെ മാറിടത്തിലേക്ക് ചാരി ഇരിക്കാലോ, നല്ല സ്പോഞ്ചിന്റെ കസേരല്ലേ, ശരിക്കും ഇരിക്കാലോ, ചാരി ഇരിക്കാലോ, ശരിക്കും മട്ടത്തിലിരിക്കാം. ഇനി ഈ കാറ്റ് തട്ടി കുട്ടി ബാക്കിൽ നിന്ന് ഉറങ്ങുകയാണെങ്കിൽ അറിയോ? അറിയില്ല. മുന്നിന്നാകുമ്പോ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ഒന്നിങ്ങനെ മോനെ എന്ന് പറഞ്ഞാൽ തട്ടി വിളിക്കാലോ. ബാക്കിൽ നിന്ന് ഈ പിടിച്ചുന്ന കുട്ടി അങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ വീണാൽ നഊദുബില്ലാ, അള്ളാഹു കാക്കട്ടെ. ബാക്കിൽ ഇങ്ങനെ ചെറിയ മക്കൾ ഇരുത്താൻ പാടില്ല, മുന്നിലായിരുത്തേണ്ടത്. കാണുമ്പോ തന്നെ ബേജാറാ നമുക്ക്, കാരണം പോലെ പിടുത്തം ഉറക്കൂല. പിന്നെ കാറ്റിങ്ങനെ കൊള്ളല്ലേ, അപ്പൊ സംസാരമൊന്നും ഇല്ലാതെ വേറെ രൂപത്തിൽ അങ്ങനെ പോകുമ്പോൾ ഒരു പക്ഷേ കാറ്റിങ്ങനെ തട്ടിയിട്ട് ഒന്നിങ്ങനെ കണ്ണു മാളിയാൽ അപകടമാണല്ലോ. അബൂജഹൽ വിളിച്ച് ബാക്ക് കയറാൻ പറഞ്ഞു. കയറാൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാക്കിൽ കയറി, വാഹനത്തിന്റെ ബാക്കിൽ കയറി. പക്ഷെ വാഹനം പോണില്ല. വാഹനം പോട്ടെ, ഒട്ടകം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്തു. ഒട്ടകം അനങ്ങുന്നില്ല. കാരണം ഒട്ടകത്തിന് മനസ്സിലായി ഇവിടെ പ്രോട്ടോകോൾ തെറ്റിയിട്ടുണ്ട്. കയറേണ്ട തർത്തീബ് ഇങ്ങനല്ല. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാക്കിലല്ല ഇരിക്കേണ്ടി, എവിടെ ഇരിക്കേണ്ടി? മുന്നിലിരിക്കണം. അബൂജഹൽ മനസ്സിലാക്കി, എന്താ പഠിച്ചോനെ ഒട്ടകം പോകാത്ത, ഇതുവരെ ഈ ഒട്ടകത്തിലല്ലേ യാത്ര ചെയ്ത് വന്ന്, ഒരു കേടുമില്ലല്ലോ. പിന്നെ ഇപ്പൊ നമ്മൾ ഡീസൽ പോലെ ഇടക്കിടക്ക് പോയി ഇന്ത്യനൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു ദിവസം കൊടുത്താൽ 2 ദിവസം 3 ദിവസം ഇങ്ങനെ ബാക്കി ഉണ്ടാകുമല്ലോ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അങ്ങനെ പോകും. അങ്ങനെയല്ലേ അതിന് സൃഷ്ടിച്ചത്, എപ്പോഴും ഇങ്ങനെ കൊടുക്കേണ്ടിയില്ലല്ലോ. ഒട്ടകത്തിനെ പറ്റി ചിന്തിക്കാൻ ധാരാളം ഉണ്ട് എന്ന് ഖുർആൻ ഇങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനെ ഓതി കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണത്. ഒട്ടകത്തിനുള്ള തിരിച്ചറിവുകൾ മറ്റു പല വാഹനങ്ങൾക്കില്ല. ഒട്ടകത്തിന് റൂട്ട് കറക്റ്റാണ്. ഒരു റൂട്ടിലേക്ക് ഒരു പ്രാവശ്യം പോയി 2ാമത്തെ പ്രാവശ്യം നമ്മൾ കാറ് പിടിച്ചോട്ട് അതേ റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. 5 വട്ടം ഓടിയ ഡ്രൈവറോട് നമ്മൾ പിന്നെ റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. മറന്നിട്ടോ? ഒട്ടകം അങ്ങനെയല്ല. ഒട്ടകം നമ്മളിപ്പോ ഇങ്ങനെ ഒരു റൂട്ടുകൾ തിരിച്ചാൽ നമ്മളങ്ങനെ കൊണ്ടുപോകും, എവിടേക്ക് എത്തിച്ചണ്ടി അവിടേക്ക്. ഒരു തിരിച്ചറിവുള്ളതാണ്. പിന്നെ ഏത് ജീവിക്കും വഴങ്ങുന്ന ഒരു വാഹനമാണ് ഒട്ടകം. കുട്ടികൾക്കും കൊണ്ടുപോകാം, വലിയവർക്കും കൊണ്ടുപോകാം, സ്ത്രീകൾക്കും കൊണ്ടുപോകാം, ആർക്കും വഴങ്ങുന്ന വാഹനമാണ്. കുതിര അങ്ങനെ എല്ലാവർക്കും വഴങ്ങുമോ? കുതിര എല്ലാവർക്കും വഴങ്ങൂല, പണിയായി പോവും. കുതിര എല്ലാവർക്കും, കഴുത എല്ലാവർക്കും വഴങ്ങൂല, ആന എല്ലാവർക്കും വഴങ്ങൂല. ഒട്ടകം അങ്ങനല്ല, എല്ലാവർക്കും വഴങ്ങും. അങ്ങനെ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അതിൻ്റെ ദാഹത്തെ പറ്റിയും ദാഹം ശമിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് വെള്ളിയാഴ്ച അങ്ങനെ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത് എന്നിങ്ങനെ ഉണർത്തലിങ്ങനെ. ഒട്ടകത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒട്ടകത്തിനെ പറ്റി ചിന്തിക്കണം, കണ്ടാൽ നല്ലോണം ആലോചിക്കണം. അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്. ആ സൃഷ്ടിപ്പൊക്കെ റഹ്മാനായ റബ്ബിലേക്ക് അറിയിക്കുന്ന വലിയ വലിയ അടയാളങ്ങളാണ്. അപ്പൊ ആ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പിൻസീറ്റിൽ കയറ്റിയിട്ട് ഒട്ടകം ചലിക്കുന്നില്ല. അബൂജഹലിന് മനസ്സിലായി സംഗതി ഇതാണ്. അബൂജഹൽ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നേരെ മുൻസീറ്റിലേക്ക് ഇരുത്തി. ഒട്ടകത്തിന് ഇങ്ങനെ ഒരു തട്ട് കൊടുത്തപ്പോഴേക്ക് ഒട്ടകതാ കുതിക്കുന്നു, നല്ല സ്പീഡിൽ പോകുന്നു. അങ്ങനെ നേരെ മക്കയുടെ മത്താഫിന്റെ ഭാഗത്തെ അബ്ദുൽ മുത്തലിബ് ആളുകളെ കാത്തിരിക്കുന്നു. സംഘങ്ങളെ പല ഭാഗത്തേക്കും വിട്ടിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മത്താഫിന്റെ ഭാഗത്ത് എത്തുന്നത് അബൂജഹലാണ്. അബൂജഹൽ വന്നിട്ട് വാഹനത്തിൽ നിന്ന് നബി തങ്ങളെങ്ങനെ ഇറക്കി വെച്ചിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ഈ കുട്ടിക്ക് എന്തൊക്കെയോ ബഹുമാനങ്ങളുണ്ട്. അബൂജഹലിനത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തന്നെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ മനസ്സൊന്ന് തുറന്നത് പ്രകാശിപ്പിക്കാനും വിശ്വസിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല എന്നുള്ള വേറൊരു വിഷയം. അബൂജഹൽ ഈ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴേക്കെന്നെ അള്ളാഹു വലിയൊരു പാഠം കൊടുത്തു. ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, അതുകൊണ്ട് അതിനെ ഇരുത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ബഹുമാനത്തോടെ ഇരുത്തേണ്ടത്. നിങ്ങൾ മുന്നിലിരുന്ന് ഈ കുട്ടിയെ പിന്നിലാക്കിയിട്ട് വാഹനം ഓടിച്ചാൽ വാഹനം പോകൂല. ഇങ്ങനെ ഒരു കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര കാലം വരെ മനസ്സിലുണ്ടാവുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പറ്റി കുട്ടിക്കാലത്ത് നടന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് നമ്മൾ ഓരോ ദിവസവും ഓരോ ടിപ്സായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, റബീഉൽ അവ്വൽ അങ്ങനെ ഒരു 10 കഥ പറഞ്ഞു കൊടുത്താൽ അവരെ മനസ്സ് തെളിയും. പിന്നെ ആ കുട്ടി വന്നിട്ട് കൂട്ടുകാരനെ വിളിച്ചൊരു കഥ പറയും. ഇന്നങ്ങനല്ല. ഇന്ന് കുട്ടികൾ ഇന്നലെ മൊബൈലിൽ കണ്ട 15 മിനിറ്റിൻ്റെ ഒരു കഥ ഉണ്ട്, ആ കഥയാണ് ഇൻ്റർവെൽ അടിച്ചപ്പോൾ. പിന്നെ ഇന്നൊരു കഥ കണ്ടു, മൊബൈലിൽ കണ്ടല്ല, ഇന്നലെ ഒരു ആന ഇങ്ങനെ വന്നിട്ട് ഒരു എരുമയെ മുണുങ്ങി. ആന എരുമനെ ഏതായാലും മുണുങ്ങൂല, മുണുങ്ങോ?
ഇല്ലാത്തൊരു സംഭവമല്ലേ ഈ പറയണത്. അവൻ മറ്റേ കുട്ടി ഇങ്ങനെ അന്തം വിട്ട് ആന എരുമയെ മുണുങ്ങിന്നു. അതെങ്ങനെ ഉണ്ടാകുക? ആന ഒരു പൂച്ചയെ വീങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവമാണ്. ആന ഒരു പോത്തിനെ വീങ്ങി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? ആന എങ്ങനെ പോത്തിനെ മുണുങ്ങൽ? അതെങ്ങനെ ഉണ്ടാകുക? അതെങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കരുത്. കഥയിൽ ചോദ്യമല്ല എന്നറിയാം. മറ്റേ കുട്ടി നമ്മൾ പഠിപ്പിക്കുന്ന ചരിത്രമാണത്. കഥയിൽ ചോദ്യമല്ല, കേട്ടാൽ മതി. അങ്ങനെ ഈ പൊട്ടൻ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളെ കൽബാകെ കുൽബായി നിൽക്കുകയാണ്, മാറി മറിഞ്ഞ് നിൽക്കാൻ. അവിടെ പഠിപ്പിച്ചു കൊടുക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നർമ്മമുള്ള കഥകൾ പഠിപ്പിച്ചു കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് ആടിനെ മേയ്ക്കാൻ വേണ്ടി 4-ാമത്തെ വയസ്സാകുമ്പോൾ ആടിനെ മേയ്ക്കാൻ വേണ്ടി കുട്ടികൾ കൂടെ പോകാനൊരാഗ്രഹം. തങ്ങൾക്ക് 5 സഹോദരങ്ങളുണ്ടായിരുന്നു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കൾ, ഷൈമാ ബീവി അടക്കമുള്ള മക്കളെ കൂടെ പോകാൻ ആഗ്രഹം. പക്ഷേ ഹലീമ ബീവിക്ക് നബിതങ്ങൾ അവരെ കൂടെ വിടാൻ മനസ്സിലൊരു പരിഭ്രമം. അവരൊക്കെ പോയാലും കുട്ടി പോകണ്ട. കാരണം ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഈ കുട്ടിയിൽ നിന്ന് അനുഭവിച്ച അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വറഅത് മിനൽ ബറകാതി വഹിയ തഹഫുഹാ വന്നാസു ഫീ ഐശിൻ വമിഹനിൻ അൻകദീ. ജനങ്ങളൊക്കെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പരീക്ഷണങ്ങളിൽ കഴിയുമ്പോൾ ഒരുപാട് ബറക്കത്തുകൾ നേരിട്ട് ദർശിച്ച മഹതിയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഈ കുട്ടിയെ വേർപിരിയാൻ, അവരെ കൂടെ ആടിനെ മേയ്ക്കാൻ വിടാൻ ഹലീമ ബീവിയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ നിങ്ങൾ പോകണ്ട, അവർ പോയിക്കോട്ടെ. 2-ാമത്തെ ദിവസം വീണ്ടും കുട്ടി അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ, ആര് കുട്ടി എന്ന് പറഞ്ഞാൽ ആര്? നമ്മളെ നബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെ പോണ്ടെന്ന് പറയാം. നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒരുക്കി റെഡിയാക്കി അവരെ കൂടെ വിട്ടു. 3-ാമത്തെ ദിവസം തിരിച്ച് അവരെ കൂടെ തന്നെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഷൈമാ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലീമ ബീവിൻ്റെ മോളെ ഷൈമാ ബീവിനെ വിളിച്ചിട്ട്, മോളെ നിങ്ങളൊക്കെ ഏത് ഭാഗത്ത് പോകുകയാണെങ്കിലും ഈ കുട്ടിയെ തണലിൽ നിർത്തണം. ഈ കുട്ടിയെ തണലിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ പാറയുടെ ചുവട്ടിലോ തണലുള്ള സ്ഥലത്ത് മാത്രം ഈ കുട്ടിയെ നിർത്താവൂ. ബാക്കി 5 കുട്ടികളുണ്ട്, അവരെ വിഷയമൊന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തേണ്ടത് തണലുള്ള മരത്തിൻ്റെ ചുവട്ടിലോ പാറൻ്റെ ചുവട്ടിലോ നിർത്തണം. അല്ലാതെ നിങ്ങളെ കൂടെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ പാടില്ല. എന്നിട്ട് എപ്പോഴും കൂടെ ആളുണ്ടാകണം, ഒറ്റക്ക് നിർത്താൻ പാടില്ല. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉപദേശമാണ്. അപ്പൊ ഷൈമാ ബീവി പറഞ്ഞു, ഉമ്മ നിങ്ങളെന്തായി പറയുന്നത്? അവിടെ തണല് കിട്ടാത്തത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് കൊട്ടൻ വെയിലത്ത് ഒരു മരവും ഒരു പാറയും ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും ഈ കുട്ടി എവിടെ നിൽക്കുകയാണെങ്കിലും മുകളിൽ ഞാനൊരു മേഘം കാണാറുണ്ട്. കുല്ലമാ വഖഫത്ത് അലൈഹി, തങ്ങൾ നിൽക്കുമ്പോഴൊക്കെ മേഘം അവിടെ നിൽക്കുന്നു. വകുല്ലമാ സാറത്ത് അലൈഹി, തങ്ങൾ നടക്കുമ്പോഴൊക്കെ മേഘം കൂടെ നടക്കുന്നു. അത് കണ്ടു പറഞ്ഞു ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ. പിന്നല്ലേ വെയില് കൊള്ളല്? വെയില് കൊള്ളാത്ത നബിയാണ് ഹബീബ് റസൂലുള്ളാഹി. നമ്മളൊക്കെ വെയിലുള്ളല്ലേ? വെയില് കൊള്ളാത്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ഹെഡിങ് ഇട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ വെയില് കൊള്ളാത്തൊരു നേതാവിനെ പറ്റി പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികൾക്ക് കൗതുകം. അപ്പോൾ ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളെ മനസ്സിലത് പതിയും. ഇങ്ങനെ അങ്ങോട്ടുള്ള ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളെ മനസ്സ് തെളിയും. കുട്ടികളെ മനസ്സ് തെളിയുന്നതിനനുസരിച്ച് ആ ചരിത്രങ്ങൾ കൂടുതൽ ഇങ്ങനെ പഠിച്ച് തെളിയുമ്പോൾ പിന്നെ ഈ ചരിത്രത്തിനനുസരിച്ചാണ് കുട്ടികൾ നീങ്ങുക. പിന്നെ സ്വലാത്തൊക്കെ ചെല്ലാൻ പറഞ്ഞാൽ നല്ല മധുരമായിട്ട് കുട്ടികൾ ചെല്ലും, നല്ല സന്തോഷമായിട്ട് ചെല്ലും. ആ കുട്ടി 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ മനസ്സ് ക്ലിയറായി. ആ കുട്ടികൾ വേറെ 10 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, മനസ്സ് ക്ലിയറായി. അങ്ങനെ ഒരു കഥ മത്സരം നടത്തി ഉസ്താദ്. കഥ അറിയണമല്ലൊക്കെ എഴുതിയിരുന്നു. മുത്തുനബിതങ്ങളെ കഥകൾ കൂടുതൽ എഴുതിയ കുട്ടികൾക്ക് നല്ല സമ്മാനം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറി. നമ്മളെ സമൂഹം അങ്ങനെ മാറരുത്, അത് തീർത്തും തെറ്റാണ്. സാങ്കല്പിക കഥകളിലേക്ക് പോകേണ്ടവരല്ല നമ്മൾ ഒരിക്കലും. കുട്ടികൾ എത്ര കൊസ്രാകൊള്ളി കളിച്ചാലും ആ കുട്ടികൾക്ക് ഹൃദയത്തിൽ തട്ടുന്ന നല്ല ചരിത്രം പറഞ്ഞു കൊടുക്കണം. ആ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ മനസ്സ് ശോഭിക്കും,
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഓരോന്നും കേൾക്കുമ്പോൾ അവരെ മനസ്സിന് കൂടുതൽ സന്തോഷം ഉണ്ടാകും, റാഹത്തുണ്ടാകും. മാത്രമല്ല സഹോദരങ്ങളെ, മഹബ്ബത്ത് വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മഹബ്ബത്ത് വർദ്ധിക്കും. അതുകൊണ്ടാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു പണിയുണ്ടായിരുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ചെറിയ കുട്ടികളെ വിളിച്ചിട്ട്, ചെറിയ കുട്ടികളെങ്ങനെ വട്ടത്തിലിരുത്തിയിട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എത്രമാത്രം ചരിത്രങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങൾ. 1ഉം 2ഉം 10ഉം 100ഉമല്ലല്ലോ, വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയാത്ത ഒരേ ഒരു ചരിത്രവും മഹത്വവും ലോകത്തല്ലാഹു നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ ചരിത്രങ്ങൾ ഇങ്ങനെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കും. ഓരോ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ മക്കൾ ഇങ്ങനെ ഓരോ ദിവസവും കേട്ട് പഠിക്കും. അങ്ങനെ പഠിച്ച് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ആ സദസ്സിലേക്ക് അങ്ങ് കയറി വന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഞാൻ ഇതുവരെ ചരിത്രം പറഞ്ഞത് ഈ നബിയെ പറ്റിയാണ്. ഈ നബിയുടെ ചരിത്രമാണ് ഇതുവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രങ്ങൾ അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. തങ്ങൾ പഠിപ്പിച്ചു തന്ന സംഭവങ്ങളുണ്ട്, ആ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. തീരെ വെയിൽ കൊള്ളാത്ത ശരീരങ്ങൾ വേറെയും ലോകത്തുണ്ട്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതാറില്ലേ സൂറത്തുൽ കഹ്ഫ്? ആ സൂറത്തുൽ കഹ്ഫിൽ നമ്മളൊക്കെ ഓതാറില്ലേ വതറശംസ ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാതൽ യമീൻ വഇദാ ഗറബത് തഖ്രിളുഹും ദാതശ് ശിമാലി വഹും ഫീ ഫജ്വതിൻ മിൻഹു ദാലിക മിൻ ആയാത്തില്ലാഹ്. അല്ലാഹുവിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ച് നല്ല പ്രമാണിമാരുടെ മക്കളായ 7 ആൺകുട്ടികൾ, താടിയും മീശയും കിളിർത്ത് വരുന്ന 7 ചെറുപ്പക്കാർ, പൂർണ്ണമായും മീശ വന്നിട്ടില്ല, താടി വന്നിട്ടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഏത് സമൂഹത്തിൽപ്പെട്ടവരാന്നറിയോ? ബഹുമാനപ്പെട്ട മസീഹ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ഗുഹാവാസികൾ. ഈ ഗുഹാവാസികളുടെ ചരിത്രം പൂർണ്ണമായും നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 7 പ്രമാണിമാരുടെ മക്കൾ. നാട്ടിൽ നടക്കുന്ന ഒരു ശിർക്കിന്റെ ആഘോഷം, ബഹുദൈവാരാധകരുടെ ആഘോഷം, വ്യത്യസ്ത പ്രതിമകൾ വെച്ച് പ്രതിഷ്ഠിക്കുന്ന ആഘോഷം. ആ പ്രതിമകളുടെ സമീപത്ത് പോയിട്ട് ഇവരിങ്ങനെ അറവ് നടത്തുന്നു. ഇതങ്ങനെ പല ആഘോഷങ്ങളുമില്ലേ? അറവ് നടത്തുന്നു, തുള്ളിക്കളിക്കുന്നു, നേർച്ചയാക്കുന്നു, സ്വർണം കൊടുക്കുന്നു, വെള്ളി കൊടുക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നത്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. ഇതെന്ത് ഏർപ്പാടാ! ഓലെന്നെ ലക്ഷങ്ങൾ കോടികൾ ചുമച്ച് വലിയൊരു പ്രതിമ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ പോയി ഇങ്ങനെ അറുത്ത് അവിടെ പോയി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇയാളിങ്ങനെ ചിന്തിച്ച് മാറി. ഇതൊന്നും സത്യത്തിൽ യോജിച്ചല്ല, മാറിക്കാം. ഇതൊന്നും ശരിയല്ല എന്നാലോചിച്ച് മാറിക്കാം. ആരാധിക്കേണ്ടത് ശരിക്ക് മനുഷ്യരൊക്കെ സൃഷ്ടിച്ച, ജിന്നുകളൊക്കെ സൃഷ്ടിച്ച, ലോകം മൊത്തം സൃഷ്ടിച്ച ഇലാഹിനെയാണ് ആരാധിക്കേണ്ടത്. സത്യത്തിൽ ഞാൻ രൂപകൽപ്പന ചെയ്തതിന് ഞാൻ ആരാധിക്കണേ അർത്ഥമല്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് ഒരാൾ മാറിക്കുന്നത് ശരിയല്ല എന്നുള്ളവർക്ക്. ഒരാളിങ്ങനെ മാറിന്നപ്പോൾ വേറെ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചല്ലേ, എന്താ നിങ്ങൾ മാറിക്കണത്? ഒന്നും കൂടാതെ, ആഘോഷത്തിലേക്കൊന്നും കൂടാതെ ഒന്നും പോകാതെ മാറി. ഒന്നുമില്ല, ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയല്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ. ഞാനും കുറെ നേരമായി ചിന്തിക്കുന്നത്. ഇവരൊന്നും ഒരു കുടുംബത്തിലെ ആൾക്കാരല്ല. 7 കുടുംബങ്ങളിലെ പ്രമാണിമാരുടെ 7 മക്കളാണ്. 7 പേരും 7 ഭാഗങ്ങളിൽ ചിന്തിക്കുന്നവർ. പിന്നെ അവസാനം ഒത്തൊരുമിച്ച് കൂടി എല്ലാവരും പറഞ്ഞു നോക്കുമ്പോൾ എല്ലാവരെയും അഭിപ്രായം ഒന്നാണ്, വിശ്വാസം ഒന്നാണ്. അവരൊക്കെ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, നമ്മുടെ റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ്, അതാണ് നമ്മളെ റബ്ബ്. അങ്ങനെ അവരിങ്ങനെ ഒരു ഗ്യാങ്ങായിട്ട് 7 പേരിങ്ങനെ നീങ്ങി. അവരെങ്ങനെ നീങ്ങി ഒരു ഭാഗത്തിങ്ങനെ മറിഞ്ഞു നിന്നു. നാട്ടിലൊക്കെ അവരെ പറ്റി ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ വന്നു. ഒരു ചെറുപ്പക്കാരൊരു വിങ്ങായിട്ട് അങ്ങനെ ഇവിടെ വലിയ കാക്കക്കാരന്മാരൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചർച്ച ഇങ്ങനെ വന്നു. ചർച്ച ഇങ്ങനെ ചൂട് പിടിച്ച് നാട്ടിലെ രാജാവിൻ്റെ അടുത്തെത്തി. ആ രാജാവിൻ്റെ പ്രതിമയെ വെച്ച് പ്രതിഷ്ഠിക്കുന്ന ആളാണ്, ആരാധന നടത്തുന്ന ആളാണ്.
ജനങ്ങൾ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ദൈവങ്ങളിൽ ഒരു ദൈവമാണ് ആ രാജാവ് എന്നർത്ഥം. ആ രാജാവിൻ്റെ അടുത്ത് ഇപ്പോൾ രാജാവ് ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെന്താ ബാപ്പയും ഉപ്പാപ്പമാരൊക്കെ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ പങ്കെടുക്കാതെ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ തന്നിഷ്ടം ചെയ്യുന്നത് എന്താണ്? അപ്പോൾ ഇവരെല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് അവരെ മനസ്സ് ഒരുമിച്ചു. അള്ളാഹു പറഞ്ഞങ്ങനല്ലേ, വറബത്ന അലാ ഖുലൂബിഹിം. എന്താ പരീക്ഷണ ഘട്ടത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പാണ്. ഒരു വിഷയം ഇപ്പോൾ ഈ നാട്ടിലുണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ തന്നെ 4, 3, 10 ചേരികളായാലും പിന്നെ ഉറപ്പുണ്ടാകും. എല്ലാവരും ഒറ്റക്കെട്ടിൽ കൂട്ടമായി നിന്ന് അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂലേ? എളുപ്പത്തിൽ സ്വീകരിക്കും, ഒരേ മനസ്സോടെ. അതുകൊണ്ടല്ലേ ഹജ്ജിൻ്റെ ദുആക്ക് അത്രയും വലിയ സ്വീകാര്യത കിട്ടാൻ കാരണം എന്താ? വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും മനസ്സെന്താണ്? ഒന്നാണ്. തൽബിയത്ത് എന്താണ്? ഒന്നാണ്. ദുആ എന്താ? ഒന്നാ. നിസ്കാരം എന്താ? ഒന്നാണ്. ഒക്കെ ഒന്നാണ്. ഒരേ അർത്ഥത്തിലാണ് അവരെ പ്രാർത്ഥന. അള്ളാഹു വേഗം സ്വീകരിക്കും. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇവരെന്താ പറഞ്ഞത്? രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവരെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുത്തു. നമ്മൾ ആലോചിക്കണം, ചെറുപ്പക്കാരാണ്. പക്ഷെ ചെറുപ്പക്കാരെ മനസ്സിലുള്ള ഈമാനിൻ്റെ ഊക്ക് പോലെ വേറെ ആരെ മനസ്സിലുണ്ടാകൂല. ഏറ്റവും ഈമാനും അമലും ശോഭിക്കേണ്ടത് യുവത്വകാലത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അമലിന് ഏറ്റവും കൂലി കൂടുതൽ കിട്ടുന്ന, അള്ളാഹു തആല നല്ല പവർ നൽകുന്ന കാലം. എണീക്കാനൊന്നും കഴിയാതെ അല്ലാഹു അക്ബർ അപ്പോഴല്ല സഹോദരങ്ങളെ. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കൂലി കിട്ടുന്ന അമല് യുവത്വത്തിൻ്റെ അമലാണ്. 15 മുതൽ 40 വരെയുള്ള നല്ല ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, ചെറുപ്പക്കാരൻ്റെയും ചെറുപ്പക്കാരിയുടെയും. ആ കാലഘട്ടത്തിലുള്ള അമലുകൾക്കാണ്, വിശ്വാസങ്ങൾക്കാണ്, ആരാധനകൾക്കാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പരിഗണന കൊടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചൊല്ലുന്ന ദിക്റ്, ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന നിസ്കാരം, ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന സ്വതഖ, ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ, അതുപോലെ മാറ്റുകൂടിയത് അതിനു മുമ്പുമില്ല ശേഷവുമില്ല. യുവത്വത്തിൻ്റെ പ്രസരിപ്പിൽ നല്ല നിലയ്ക്ക് ഈമാനോടുകൂടെ നടന്ന് ദുനിയാവൊക്കെ കൈയയിച്ച് നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മക്കയിലെ ഉമൈർ എന്ന പണക്കാരൻ്റെ മോനാണ്. അടിച്ചു പൊളിച്ച് മക്കയിൽ ജീവിതം നയിച്ച ആളാണ്. പക്ഷേ ഈമാനങ്ങ് ഉള്ളിൽ കടന്നപ്പോ, ഇഖ്ലാസ് നല്ല കട്ടിയായി വന്നപ്പോ, ബാപ്പാന്റെ സ്വത്ത് കണ്ടിട്ട് വിശ്വാസം വലിച്ചെറിഞ്ഞില്ല. ആ ബാപ്പയുടെ അനന്തര സ്വത്തിൽ മോഹിച്ച് മക്കയിൽ നിന്നില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ, ഹിജ്റ പോകുമ്പോ ഉടുത്ത തുണിയല്ലാതെ രണ്ടാമത്തൊരു തുണി ബാപ്പ നൽകിയില്ല. കാരണം ബാപ്പാക്ക് വിശ്വാസമല്ല. മുത്തുനബി തങ്ങളെ ബാപ്പ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. ഉമൈർ നല്ല പണക്കാരനാണ്. വാഹനം നൽകിയിട്ടില്ല, ഒന്നും നൽകിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും വേണ്ട, അള്ളാഹു എനിക്ക് തന്ന ഈമാനുണ്ടല്ലോ, അത് തന്നെ മതി. മദീനയിലെത്തിയ ശേഷവും പ്രാരാബ്ദങ്ങളുടെ കയ്പ് നീരനുഭവിച്ച് വസ്ത്രം ഇല്ലാത്ത ഘട്ടത്തിൽ ആടിൻ്റെ തോല് വസ്ത്രമായി അണിഞ്ഞ് മദീനത്തെ പള്ളിയിൽ വന്ന യുവാവാണ് സയ്യിദുനാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് റളിയല്ലാഹു അൻഹു കാണുമ്പോൾ പലപ്പോഴും നബി തങ്ങൾ പറയാറുണ്ട്, മാ റഅയ്തു ബി മക്കത ഫതൻ അൻഅമ മിൻ മുസ്അബ് ബിൻ ഉമൈർ. ഈ മുസ്അബിനെ പോലെ സുഖജീവിതം നയിച്ച ഒരാളെ, അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരാളെ മക്കയിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമങ്ങ് സ്വീകരിച്ചപ്പോ എല്ലാറ്റിനും പരിവർത്തനമുണ്ടായി, മാറ്റമുണ്ടായി. എന്ത് ത്യാഗവും സ്വീകരിക്കാൻ റെഡിയായി. ചെറുപ്പക്കാരിൽ ത്യാഗം ചെയ്ത് മദീനയിലേക്ക് വന്ന് നല്ല നിലക്ക് ജീവിച്ച് ഷഹീദായി പോയ മഹാനാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. പിൽക്കാലത്ത് ഇഷ്ടം പോലെ സമ്പത്ത് അല്ലാഹു നൽകിയ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഭക്ഷണം മുന്നിൽ വന്നപ്പോഴും മുസ്അബ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു പൊട്ടിക്കരഞ്ഞുപോയി. ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നീ.
ഉഹുദിന്റെ രണഭൂമിയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി പോയി. എന്നെക്കാളും നല്ല മികവുള്ള ആളായിരുന്നു. ഷഹീദായിട്ട് പോലും ഒരു പൂർണ്ണ വസ്ത്രം കിട്ടാതെ കഫൻ ചെയ്യപ്പെട്ടു പോയ മഹാനാണ്. അല്ലാഹു എനിക്കെത്രയാ തന്നത്. ഇസ്ലാം അങ്ങ് സ്വീകരിച്ചപ്പ യുവത്വത്തിൽ സമ്പത്ത് ഒഴിവാക്കാൻ ഒരു മടിയും തോന്നിയില്ല. യുവാക്കളെ, യുവതികളെ, യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഓതുന്ന ഖുർആനിന്റെ ഖത്മിന് കണ്ണ് കാണാതെയാകുന്ന നേരത്ത് ഓതുന്ന ഖത്മ് പോലെയല്ല. ഒഴിവും കഴിവും കിട്ടാതെ മക്കളും പേരമക്കളും പ്രാരാബ്ധവും പരിവട്ടവുമായി നടക്കുന്ന സമയത്തുള്ള ഓത്തുപോലെയല്ല. യുവത്വത്തിന്റെ സമയത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം അതിന് വല്ലാത്ത മാധുര്യമാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഓതുന്ന സ്വലാത്ത്, ചൊല്ലുന്ന സ്വലാത്ത്, ഓതുന്ന മദ്ഹ്, മൗലിദ്, അതിനൊക്കെ അമല് കൂടുതലാണ്, മഹത്വം കൂടുതലാണ്. അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു ഏറ്റവും വലിയ മഹത്വം പറഞ്ഞത് അവർ യുവത്വത്തെ അല്ലാഹു തആല എടുത്തു പറഞ്ഞില്ലേ ഖുർആനിൽ? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവര് നല്ല ചെറുപ്പക്കാരാണ്, നല്ല യുവാക്കളാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അല്ലാഹുവിൽ അവര് വിശ്വസിച്ചു. വിശ്വാസം മുറുകെ പിടിച്ച് പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും വിടാതെ നിന്നപ്പോ വസിദ്നാഹും ഹുദാ, അവർക്ക് നാം വിശ്വാസ വർധനവ് നൽകി, സന്മാർഗം അവർക്ക് നാം കൂടുതലാക്കി കൊടുത്തു. ആ സന്മാർഗത്തിൽ അവർ വിജയിച്ചു. രാജാവിന്റെ മുന്നിൽ ഉച്ചയിസ്തരം അവർ പ്രഖ്യാപിച്ചു, ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹാ, അല്ലാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെയും നമ്മൾ വാഴ്ത്തൂല, നമ്മൾ പ്രകീർത്തിക്കൂല, നമ്മൾ ആരാധിക്കൂല, നമ്മൾ വിശ്വസിക്കൂല. അല്ലാഹുവിനെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ആ വിശ്വാസം കൊണ്ട് ഓടി വിശ്വാസത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നാട് വിട്ടുപോയ ആ മഹാന്മാരെ പറ്റി അള്ളാഹ് പറയുന്നു. അവരൊക്കെ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്ന് ആ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുമ്പോൾ എന്തിനാ അവർ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുന്നത്? കുടുംബം പോറ്റാനല്ല, കുടുംബം പോറ്റാനല്ല, അവനവന്റെ ഈമാൻ രക്ഷപ്പെടുത്താൻ. ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഒളിത്താവളത്തിൽ താമസിക്കുന്ന അവരെ 300 കൊല്ലം അല്ലാഹു തആല അതിൻ്റെ ഉള്ളിൽ താമസിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും സൂര്യന്റെ വെയിൽ അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു തട്ടിച്ചിട്ടില്ല. വതറശംസ ഇദാ ത്വലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത്തൽ യമീൻ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന സമയത്ത് ആ സൂര്യൻ ആ ഗുഹയുടെ വലതുഭാഗത്തേക്ക് ഇങ്ങനെ തെറ്റിപ്പോകും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന നിഴലാണ്. പിന്നെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് അസ്തമിക്കുന്ന സമയത്താണ് ഈ സൂര്യന്റെ ചൂടേൽക്കേണ്ടത്, അതിൻ്റെ രശ്മികൾ കൊള്ളേണ്ടത്. അപ്പോഴും അല്ലാഹു തആല വൈദാ ഖറബത് തഖ്രിദുഹും ദാത്ത ശിമാൽ, വലത്തോട്ടും ഇടത്തോട്ടും ആ സമയത്തിനനുസരിച്ച് അവരുടെ ഗുഹയുടെ ഉള്ളിൽ അല്ലാഹു തആല ക്രമീകരിച്ചുകൊണ്ട് അവരുടെ ശരീരത്തെ അല്ലാഹു മാറ്റിമറിക്കുകയാണ്. വഹും ഫീ ഫജ്വത്തിൻ മിൻഹു, ആ ഗുഹയുടെ ഉള്ളിൽ വിശാലമായ ഒരു സ്ഥലത്ത് അവരങ്ങനെ താമസിക്കുന്നു. ഒരു സൂര്യന്റെ താപം പോലും ഏൽക്കാതെ ഇത്രയും ബഹുമാനം അവരുടെ ശരീരത്തിന് അല്ലാഹു നൽകിയത് അവരെ വിശ്വാസത്തിന്റെ കരുത്തായി അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനങ്ങൾ എണ്ണി പഠിപ്പിക്കണം. അതങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വങ്ങൾ പറയണമെങ്കിൽ ആദ്യം നന്നായി പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി നമുക്ക് ഓരോരുത്തർക്കും നന്നായി അറിവ് വേണം. തങ്ങളുടെ ജീവിതത്തെപ്പറ്റി, രാവിനെ പറ്റിയും പകലിനെ പറ്റിയും നല്ല അറിവ് വേണം. അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ. തങ്ങളുടെ ഒരു മനസ്സ് നോക്ക് നിങ്ങൾ, സ്വഭാവം നോക്ക് നിങ്ങൾ. ഖുർആൻ ആ സ്വഭാവത്തിൻ്റെ മധുരം നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നു. അലം നശ്റഹ് ലക സദ്റക്, ഓ നബിയെ, തങ്ങളുടെ മനസ്സ്, തങ്ങളുടെ സ്വഭാവം ആരെയും സ്വീകരിക്കാനുള്ള സ്വഭാവമാണ്. ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യോജിപ്പാണ്, വിയോജിപ്പില്ല. ശത്രുവാണ് കുടുങ്ങിയത് എന്ന് കണ്ടാലും രക്ഷപ്പെടുത്തുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ ചിന്തിക്കുന്ന ഓൻക്കത് പറ്റിയോ, ഓൻ എന്നോ പറ്റേണ്ടതാണ്, അല്ലാഹു തആല എപ്പോഴാണത് കൊടുത്തതില്ലേ. നമ്മളെ കാഴ്ചപ്പാട് പ്രകാരം ഒരു 10 കൊല്ലം മുമ്പ് ഓന് പറ്റേണ്ടതാണ്. അത് നമ്മളെ മനസ്സിൽ ഓനോടുള്ള എതിർപ്പാണ് ആ പുറത്തു കാട്ടിയത്. അതെന്താ ഈ 10 കൊല്ലം മുമ്പ് പറ്റേണ്ടതെന്ന്?
10 കൊല്ലം മുമ്പ് അവനും എന്നോട് ചെയ്ത് ഓർമ്മല്ലേ? അപ്പോൾ നമ്മൾ പുറത്തു കൊടുത്തിട്ടില്ല, നമ്മൾ മാപ്പ് കൊടുത്തില്ല. നമ്മൾ കറായിട്ട് ഇങ്ങനെ കട്ടിയിൽ വെച്ചിരിക്കാൻ, റെഡിക്ക് വെച്ചിരിക്കുക നമ്മളെ കൽബിൽ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഉപദ്രവിച്ച് കിട്ടുന്ന നേരം മുഴുവൻ ഉപദ്രവത്തിന് ഉപയോഗിച്ച ആളാണ് അബൂജഹൽ. പക്ഷെ ആ അബൂജഹലിനെയും രക്ഷപ്പെടുത്തിയ നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ആ വിശാല മനസ്കത നമ്മൾ പഠിക്കണം, നമ്മൾ പകർത്തണം. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നല്? ഓരോരുത്തരോടും ചോദിക്കേണ്ടതാണ്, ബിഷപ്പ് അതിന് നേരമില്ലാത്തതുകൊണ്ടാണ്. ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നല്? അയാളെ പ്ലസ് ആണോ തോന്നല്, മൈനസ് ആണോ തോന്നല്? മൈനസ് ആണെങ്കിൽ ഈ നാട്ടിൽ ഔലിയാക്കളാണ് ഇരിക്കണമൊക്കെ. അപ്പം എല്ലാവരും ചിരിക്കണം. മൈനസാ തോന്നല്? മൈനസ് അല്ല തോന്നേണ്ടത്, പ്ലസ്സാ തോന്നേണ്ടത്. അനുകൂലമായിട്ടുള്ളൊരു ചിത്രം. ഒരാളെ കാണുമ്പോൾ അയാളിലുള്ള നന്മ നമ്മളെ കൽബിലേക്ക് ഇങ്ങനെ വരണം. എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഒരാൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകുമല്ലോ. അള്ളാഹു ആ നിലക്ക് അയാൾ പരിഗണിക്കൂലേ? നമുക്ക് മാത്രമുള്ളതാ അള്ളാഹു താല? അയാൾക്കും അള്ളാഹു താലല്ലേ? അയാൾക്കും അള്ളാഹു റഹ്മത്ത് കൊടുക്കൂലേ? പക്ഷെ അയാളിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് അയാൾ രക്ഷപ്പെടൂല. ഇയാളിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഇയാൾ രക്ഷപ്പെടൂല. മറ്റാളിൽ അങ്ങനെ കുഴപ്പമുണ്ട്, രക്ഷപ്പെടുന്ന ആൾ ഇയാൾ മാത്രം. അങ്ങനെ ആയാലെങ്ങനെ? അങ്ങനല്ല കാണേണ്ടത്. അനുകൂലമായിട്ട് എന്താണോ നന്മകളുള്ളത്, ആ നന്മയിലേക്ക് നമ്മളെ കണ്ണുപോകണം. മക്കയിലെ വലിയൊരു ഗോത്രത്തലവനാണല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച ആളാണ് അബൂജഹൽ. അതുകൊണ്ടാണ് അബൂജഹലിൻ്റെ പഴയ കാലത്തെ പേരിന് അബുൽ ഹക്കം എന്നാണ്. അവിടെ ആ നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒത്തുതീർപ്പ് ആ പുരയിൽ വെച്ചുണ്ടാകുക. അബൂജഹലിൻ്റെ പുരയിൽ വെച്ച്. ഒരു ഗോത്രത്തലവനാണ്, ഒരു നേതൃപദവിയുള്ള ആളാണ്, വെറുതൊന്നുമല്ലല്ലോ. പക്ഷേ ഒരുപാട് അക്രമങ്ങളും പരാക്രമങ്ങളും അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും അയാൾ കുടുങ്ങണമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്ത. രക്ഷപ്പെടണം, സന്മാർഗത്തിലാകണം. അയാൾക്കും അല്ലാഹ് ഹിദായത്ത് കൊടുക്കണം, അയാളും നന്നാകണം. വൃത്തികേടുള്ള ഒരാളെ നമ്മൾ കണ്ടാൽ എങ്ങനെ ചിന്തിക്കണം? അയാൾ നന്നാകണമെന്നാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹു അയാളെ നന്നാക്കട്ടെ എന്നാണ് നമ്മൾ പറയേണ്ടത്. പ്രതികൂലമായി ഒരാൾക്കും നമ്മൾ ദുആ ചെയ്യരുത്. എത്ര തെറ്റും കുറ്റം ചെയ്ത ആളാണെങ്കിലും അങ്ങനെ ദ്വാർക്കരുത്. അയാളിലും ഉണ്ടാകുമല്ലോ ഒരു നന്മ. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ അബ്ദുല്ലാഹി എന്ന് പേരുള്ളൊരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിനെ മറ്റുള്ളവർ വിളിക്കാറുള്ളത് ഹിമാർ എന്നാണ്. വക്കാന യുലഖബു ഹിമാറൻ, ഹിമാർ എന്ന് പേരാണ് വിളിക്കാറുള്ളത്. നിങ്ങൾ അങ്ങനെ പുറത്താര് ഹിമാർ എന്ന് വിളിക്കണ്ട കേട്ടോ. അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ ആൾക്കാർ അർത്ഥം അറിയുമ്പോഴേ ആൾക്കാർ അടിച്ചുകൊള്ളൂ. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് സ്വഹാബത്ത് അയാളെ വിളിക്കാറുള്ളൊരു പേര്. അങ്ങനെയാണ്. വക്കാന യുൽഹിഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി നബി തങ്ങളെ സന്തോഷിപ്പിക്കുന്ന സ്വഹാബിയാണ്. തങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് മുന്നിൽ വന്ന് നല്ല നർമ്മം കലർന്ന ഭാഷ, സത്യഭാഷ പറഞ്ഞ് തങ്ങളൊന്ന് ചിരിപ്പിക്കും. കളവ് പറഞ്ഞ് ആരെയും ചിരിപ്പിക്കാൻ പാടില്ല, അത് മോശമാണ്, തെറ്റാണ്, കുറ്റമാണ്. വടായി പറഞ്ഞ്, വിടൽസ് പറഞ്ഞ്, നുണ പറഞ്ഞ് ചിരിപ്പിക്കാൻ പാടില്ല. സത്യമായ നർമ്മങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന സ്വഹാബിയാണ്. ഈ സ്വഹാബിയെ ഒരു ദിവസം മദ്യപിച്ചതിൻ്റെ പേരിൽ ഹദ്ദടിച്ചു. 40 അടി ഇസ്ലാമിലുള്ള ശിക്ഷയാണ്. 40 അടി അടിച്ചപ്പോൾ അടി കിട്ടി. അടി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കണ്ടു നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കണം, കുറ്റം ചെയ്ത് വന്ന ആ സ്വഹാബിയെ 40 അടി കൊടുത്ത് ശിക്ഷിക്കുമ്പോ കണ്ടു നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മൽ അൻഹു മാ അക്സറ മാ യുതാ ബിഹി. അല്ലാഹ് അയാളെ ശപിക്കട്ടെ, അയാൾ കുടുങ്ങട്ടെ. എന്താണ് അയാൾ ചെയ്തു കൂട്ടി? നമ്മളെ ഭാഷയല്ലേ അത്. നാട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് റിമാർക്ക് കിട്ടിയാൽ നമ്മൾ വേഗം നമ്മളെ നാവുന്നതല്ലേ വരിക. അങ്ങനല്ലേ വരേണ്ടത്. അള്ളാഹു അയാളെ നന്നാക്കട്ടെ എന്ന് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തെങ്കിലും ആമീൻ പറയാത്ത അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് റിസൾട്ട് കിട്ടിയാൽ ഉടനെ നമ്മളെ നാവിൽ നിന്ന് വരേണ്ട ഭാഷ എന്താ? അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന്. അങ്ങനെയല്ലേ പറഞ്ഞേ? നേരെ തിരിച്ചിങ്ങനെ അയാൾ കുറച്ച് കൊടുക്കണം അല്ലേ? അയാൾ പോലീസ് വിളിച്ചു പോലീസ് എന്ന് പിടിക്കണം, എപ്പോഴാണ് പിടിക്കണേ നിങ്ങൾ? എന്നിട്ട് അതിൻ്റെ പിന്നാലെ പറയാനും എഴുതാനും. ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല, ആ കമൻറ്റിൻ്റെ എഴുത്തൊക്കെ അല്ലാ കാക്കട്ടെ. സ്വർഗത്ത് പോകാൻ വലിയ പരാട്ടോ.
എഴുതണോലൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ കുട്ടികൾ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ മേൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നമ്മളെന്താ എഴുതി വിടുക? നമ്മളെന്താ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുക? ഗൾഫിലുള്ള പ്രവാസികൾ വിളിച്ചു ചോദിക്കണം മറ്റാൾ പോലീസ് അറസ്റ്റ് ചെയ്തോ? അപ്പോൾ ഉസ്താദ് പറയണം ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഈ മഹലിലെ ഖത്തീബ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഇവിടുന്ന് മെസ്സേജ് പോയി, എഴുതി വിട്ടു. എപ്പോ? രാത്രി 2:30 മണി സമയത്ത് അവർക്ക് അപ്പം തന്നെ എഴുതി വിട്ടു. സുബി ആകുമ്പോഴേക്കിനും മരിച്ചാലോ എന്ന് എഴുതിയിട്ട് അപ്പം തന്നെ എഴുതി വിട്ടു. അപ്പോൾ സുബിസ്കാരം കഴിഞ്ഞ് ഉസ്താദിന് ഫോൺ, ഉസ്താദ് ഈ നാട്ടിലെല്ലാ കാര്യം ഉസ്താദ് ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല ഉസ്താദ്, ഞാൻ അറിയില്ലല്ലോ, ഞാൻ ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിരിക്കുകയാണ്, ഞാൻ ആരുടെയൊക്കെ ചോദിക്കണം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് അവിടുന്ന് മെസ്സേജ് കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോ. എപ്പോഴാ മെസ്സേജ് ഇട്ട്? രാത്രി 2:30 ഒരാളെ പോലീസ് ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത് ആഘോഷിക്കണ പണി നമുക്കെന്തിനാ അതിൻ്റെ പണി? ആ മെസ്സേജ് ഒരാളെ മറ്റൊരാൾ കൈമാറിയ കുറ്റം കിട്ടൂലേ? എന്തെങ്കിലും പറയാത്ത കുറ്റം കിട്ടൂലേ? കുറ്റം കിട്ടും. ഒരാൾക്ക് വന്ന ഒരു കേട് മറ്റൊരാളോട് പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ പിന്നെന്ത് തീരുമാനമുള്ളത്? നമ്മളത് 4 ആൾ അറിഞ്ഞിരിക്കുക നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ എന്തോ ഒരു ചൊറിച്ചിലിങ്ങനെ അത് എഴുതി വിടാഞ്ഞാൽ, ഒന്ന് പറഞ്ഞു വിടാഞ്ഞാൽ നമ്മൾ ചുണ്ടും ഇങ്ങനെ വറക്കും, കയ്യും ഇങ്ങനെ. കാരണം കൈകൊണ്ട് എഴുതും വേണം, ചുണ്ടോട് പറയും വേണം, തൊള്ളോട് പറയും വേണ്ടേ. വോയിസ് മെസ്സേജ് ആൻഡ് എഴുത്ത് മെസ്സേജ് രണ്ടും നടക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ അടിക്കുറിപ്പായിട്ട് വന്ന് അയാളെ പറ്റി എഴുതിയ കമൻറ്റുകൾ മൊത്തം പരിശോധിച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു നാട്ടിൽ എഴുതാത്തവരാകോ 1-2 മാത്രം. ബാക്കിയുള്ള ആണും പെണ്ണും മുഴുവനും എഴുതിയിട്ടുണ്ട്. നന്നാകണമെന്ന ഭാഷയിൽ ആർക്കും മോഹമില്ല. ആരും അനുകൂലമായിട്ട് നന്നാക്കട്ടെ, തെറ്റുപറ്റിപ്പോയല്ലോ എന്നൊരാളും എഴുതിയിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, ഇങ്ങനെ ആക്ഷേപം നബിതങ്ങളെ സന്നിധിയിൽ വെച്ച് ഒരാൾ പറഞ്ഞു. ഈ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ 40 അടി അടിച്ചപ്പോൾ കണ്ടു നിൽക്കുന്ന ഒരാൾ പറഞ്ഞു അല്ലാഹുമ്മൽ അൻഹു, അള്ളയാളെ ശപിക്കട്ടെ, മാക്സറമായുത്താബിഹി, എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് പറഞ്ഞു. കേട്ട ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു ലാത്തൽ അനൂ, നിങ്ങളയാളെ ശപിക്കരുത്, നിങ്ങളയാളെ ആക്ഷേപിക്കരുത്. ഫവല്ലാഹി മാ അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മളോട് ഉസ്താദ് പറയാം നിങ്ങൾ അയാളങ്ങനെ ആക്ഷേപിക്കരുത്. നിങ്ങളൊക്കെ പലപ്പോഴും ഇവിടെ സ്വലാത്തിനുണ്ടാവില്ല, പക്ഷേ കൃത്യമായിട്ട് സ്വലാത്തിനുണ്ടാണ് അയാൾ. ഒരു തെറ്റ് പറ്റിപ്പോയതല്ല, അള്ള പുറത്തു കൊടുക്കട്ടെ. അപ്പോഴും നമ്മൾ ആമീൻ പറയുക. അള്ളാഹൊക്കെ അങ്ങനെ പുറത്തു കൊടുക്കണ്ടെന്ന് നമ്മൾ എടുത്തുള്ളത്. ഒരാൾ നന്നാകണമെന്നല്ലേ ചിന്തിക്കേണ്ടത്, നന്നാകണമെന്നല്ലേ ചിന്തിക്കേണ്ടത്. അതിന് നല്ല മനസ്സ് വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരാളും കുടുങ്ങരുത് എന്നുള്ള മനസ്സുള്ള നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് അള്ളാഹ് എടുത്ത് പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക്, ഓ മുത്തുനബി തങ്ങളെ, വിശാലമായ കാഴ്ചപ്പാട്, എല്ലാവരും നന്നാകണമെന്നൊരു സന്മനസ് തങ്ങൾക്ക് നാം തന്നിട്ടില്ലയോ? എത്ര വലിയ അനുഗ്രഹമാണ്. ഉമ്മത്തുകളായ നമ്മളും സ്വീകരിക്കേണ്ടത് തങ്ങളാ ഒരു സ്വഭാവമാണ്. എല്ലാവരും നന്നാകണം, തെറ്റ് ചെയ്തവർ നന്നാകണം. തെറ്റ് ചെയ്ത ആൾ പിന്നെ ഒരിക്കലും നന്നാകരുതെന്ന് ചിന്തിക്കാൻ പറ്റൂല. അത് അല്ലാഹു തആലാന്റെ റഹ്മത്ത് നമുക്ക് മാത്രമാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്തയാണത്. അയാൾക്കും അള്ളാഹിന്റെ റഹ്മത്തുണ്ട്, അയാളും നന്നാകണം, അദ്ദേഹത്തിനും അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് ചിന്തിക്കണം. തെറ്റും കുറ്റം ചെയ്തവരെ ആക്ഷേപിക്കാത്തവരല്ലേ മഹാന്മാര് മുഴുവനും? അവർ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിച്ചവരല്ലേ മഹത്തുക്കൾ ഔലിയാക്കളൊക്കെ? എത്രയാണ് അവർ ചിന്തിച്ചത്? നിങ്ങൾ കണ്ടോ, വലിയൊരു വലിയ, ആ വലിയിൻ്റെ അടുത്ത് ഒരു ഔലിയപ്പാപ്പ, വലിയൊരു വലിയ, ആ വലിയിൻ്റെ അടുത്തൊരു ശിഷ്യൻ ഇങ്ങനെ ഖിദ്മത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വലിയനെ കാണാൻ നാട്ടിൻ്റെ ദൂര ദിക്കുകളിൽ നിന്ന് ഒരുപാട് മഹത്തുക്കൾ ഇങ്ങനെ വരുമ്പോ അവർക്കൊക്കെ ബറക്കത്തിന് ദിക്ർ അങ്ങനെ കൊടുക്കും. അപ്പൊ ഈ കുട്ടി പറയും, ഉസ്താദേ എനിക്കെന്താ ദിക്ർ തരാത്തത്? ഞാനിവിടെ എത്രയായി ഉസ്താദിന് ഖിദ്മത്തെടുക്കുന്നത്. മോനെ തിരക്കൂട്ടല്ലേ, സമയമാകുമ്പോൾ തരും. ഈ പോകുന്ന മഹാന്മാരൊക്കെ ഈ ശിഷ്യനോട് പറയും, നിന്റെ ഉസ്താദിനെ മുറുകെ പിടിച്ചട്ടോ, ഇവിടെ നീ തെറ്റിയിട്ട് വേറെ എടുക്കും പോണ്ട, നിന്റെ ഉസ്താദിൻ്റെ അടുത്ത് ഇസ്മുല്ലാലം ഉണ്ട്. എന്തുണ്ട്? ഇസ്മുല്ലാലം. ഇസ്മുല്ലാലം കൊണ്ട് ഒരാളങ്ങനെ ദ്വാരുന്നാൽ ഉത്തരം റെഡിയാ, അപ്പക്കിന് ഉത്തരം കിട്ടും. ഇസ്മുല്ലാലം കൊണ്ട് ദ്വാരുന്നിട്ടല്ലേ എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ
ഭദ്രമായി പൂട്ടിവെച്ചിരിക്കുന്ന ആ വലിയ സിംഹാസനം, ഏറ്റവും വിലപിടിപ്പുള്ള സിംഹാസനം കണ്ണു തുറക്കുമ്പോഴേക്ക് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുന്നിലെത്തിച്ചത് ഇസ്മുൽ ആദം കൊണ്ട് ദ്വാർന്നിട്ടല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യൻ അങ്ങനെ എത്തിച്ചത്. എത്രമാത്രം വലിയ പൂരുഷയാക്കപ്പെട്ട മഹത്വമുള്ള ദുആയാണത്. അതുകൊണ്ട് നിങ്ങൾ ഉസ്താദിന് ഇസ്മുൽ ആദം അറിയും, അതുകൊണ്ട് ഉസ്താദിനെ വിടണ്ട, ഇവിടെ തന്നെ നിന്നോളി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശിഷ്യൻ ചോദിക്കും, ഉസ്താദെ എന്നോട് മറ്റേ ഉസ്താദ് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇസ്മുൽ ആദം അറിയുന്നു, അതൊന്നും എന്താ എനിക്ക് പറഞ്ഞു തരാത്ത? ഞാനിവിടെ രാവും പകലും ഉസ്താദിന് വെള്ളം കൊണ്ടുവരാൻ ഉളു കൊടുക്കാൻ, പ്രായമുള്ളൊരു ഉസ്താദാണ്, വലിയാണ്. ഉസ്താദിന് ഉളു കൊടുക്കാനുള്ള വെള്ളം ഞാൻ കൊണ്ടുവരും. ഉസ്താദിന് സ്വന്തം കൊണ്ടുവരാൻ കഴിയില്ല, പക്ഷെ ഉസ്താദിന് അല്ലാഹു തആല കൊടുത്ത ആ ഖൽബിൻ്റെ ഒളിവും ആ സ്വഭാവവും ആ ദിക്റൊക്കെ വലിയ പൂരുഷയാക്കപ്പെട്ടതാണ്. വലിയ ആലിമീങ്ങൾ ഔലിയാക്കൾ വന്ന് സന്ദർശിക്കുകയാണ്. ഉസ്താദ് എന്താ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരാത്തത്? മോനെ തിരക്കൂട്ടല്ലേ, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരും. അങ്ങനെ ശിഷ്യൻ ഇങ്ങനെ ധൃതി കൂട്ടി ചോദിക്കലോട് ചോദ്യം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ ഒരു ടെസ്റ്റ്, ഒറ്റ ടെസ്റ്റ്, ഇന്ന് നിന്നെ ഞാനൊന്ന് പരിശോധിക്കാം. നിന്റെ കൽബ് ഞാൻ പരിശോധിക്കുന്നതനുസരിച്ച് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്മുൽ ആദം തരും, അല്ലെങ്കിൽ തരൂല. ഇന്ന് ഒന്നാമത്തെ ടെസ്റ്റാണ്. എന്താ ഉസ്താദെ ടെസ്റ്റ്? നീ ഇന്ന് ഈ നാടിൻ്റെ പുറത്തു പോകണം. പുറത്തു പോയിട്ട് ആദ്യം ഒരു സംഭവം കാണും, എന്നിട്ട് തിരിച്ചു വരണം. ഒരു സംഭവം നീ കാണും, കണ്ടു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആ ശിഷ്യൻ പോയി. നാടിൻ്റെ പുറത്തു പോയപ്പോൾ ഒരു സംഭവം കാണുന്നത് എന്താണെന്നറിയോ? ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരുപാട് വിറക് കെട്ടാക്കി ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ വിറക് വിറ്റിട്ടാണ് അയാളുടെ ജീവനമാർഗം. പാവപ്പെട്ടൊരു മനുഷ്യൻ കാട്ടിൽ പോയി വിറക് വെട്ടാൻ എന്തൊരു പാടുണ്ട്, എന്തിനെല്ലാം പേടിക്കണം, എന്തെല്ലാം തരണം ചെയ്യണം. കെട്ടാക്കി പലതും ശരീരത്തിൽ ഇങ്ങനെ കോറി വലിക്കണം. കെട്ടാക്കി വിറകുകൾ ഇങ്ങനെ കെട്ടി നാട്ടിലേക്ക് എത്താൻ നേരത്ത് നല്ലൊരു ആജാനുബാഹുവായ മനുഷ്യൻ, തടിമാടനായൊരു മനുഷ്യൻ അതിനേക്കാളും വലിയൊരു വാഹനത്തിൽ വന്ന് ഇയാളെ തടഞ്ഞു വെച്ചു. അയാളെ 2 കൈയും കാലും പിടിച്ചു കെട്ടിയിട്ട് അയാൾ കൊണ്ടുവന്ന ഉന്തുവണ്ടിയിലെ വിറക് മുഴുവനും എടുത്ത് ഇയാളെ വണ്ടിയിലേക്ക് ഇട്ടു. എന്നിട്ട് അയാളങ്ങനെ കൊണ്ടുപോകുകയാണ്. ഇയാളെ കെട്ടയിച്ച് വിട്ടു, അങ്ങനെ കൊണ്ടുപോയി. ഇതിങ്ങനെ കണ്ടിട്ട് ഈ ശിഷ്യൻ്റെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. പാവപ്പെട്ട ആ മനുഷ്യൻ ജീവിതോപാധിക്ക് വേണ്ടി ചെയ്യുന്നൊരു തൊഴിലല്ലേ. നമ്മളൊക്കെ മനസ്സെന്താ ഉണ്ടാകുക? ആ കട്ടുണ്ടോണം മനുഷ്യനെ മാലത്തി അടിക്കണമെന്നല്ലേ ഉണ്ടാകുക. അതാ എല്ലാവരും ആന്നറിയും. എല്ലാവരും പറഞ്ഞത് ഒരേ സ്ഥലത്തിൽ അയാൾ അടിക്കണം, ശിക്ഷിക്കണം, കട്ടല്ലേ അയാൾ കൊണ്ടോണ്. ഇങ്ങനെ ക്രൂരത കവർ ചെയ്യാൻ പാടുണ്ടോ? ഒരാളെ അധ്വാനം മുടക്കാൻ പാടുണ്ടോ? ജീവിതമാർഗല്ലേ. ഈ രംഗം ഇങ്ങനെ കണ്ടിട്ട് ഈ ശിഷ്യൻ ഇങ്ങോട്ട് പോന്നു. ഉസ്താദ് ചോദിച്ചു ശിഷ്യനോട്, മോനെ നീ സംഭവം കണ്ടോ? കണ്ടു. എന്തേ കണ്ടത്? ഉസ്താദേ, ആ നാട്ടിലൊരു പാവപ്പെട്ട മനുഷ്യൻ കാട്ടു പോയിട്ട് കെട്ടുകെട്ടായി വിറകുണ്ടായി കൊണ്ടുവന്ന് ആ വിറകുകളൊക്കെ മറ്റൊരു ചങ്ങാതി വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്ന രംഗം. ഇയാളെ കെട്ടിയിട്ട് കയ്യും കാലും കെട്ടിയിട്ട് അയാൾ തടയാതിരിക്കാൻ വേണ്ടിയിട്ട് വിറകും കെട്ടൊക്കെ തൻ്റെ വണ്ടിയിലാക്കിയപ്പോൾ കെട്ടൊക്കെ അയച്ചു വിട്ട് വിറകും കെട്ടൊക്കെ മറ്റയാൾ കൊണ്ടുപോയി. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, മോനെ ആ ഒരു സമയത്ത്, ഈ ഒരു കാഴ്ച കണ്ട സമയത്ത് നിന്റെ വക്കൽ ഇസ്മുൽ ആദം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം. അപ്പോൾ കുട്ടി പറഞ്ഞു, എന്താ ഉസ്താദേ ചെയ്യാൻ? ആ കട്ടുണ്ടോണ ആള് കുടുങ്ങാനും മറ്റാൾ രക്ഷപ്പെടാനും ഞാനോട് ദ്വാരക്കും, എന്നാ എനിക്ക് ഇസ്മുൽ ആദം തരാനായിട്ടില്ല എന്ന് പറഞ്ഞു. ഇസ്മുൽ ആദം തരാനായിട്ടില്ല. അതെന്തേ ഉസ്താദേ, അങ്ങനല്ലേ ചെയ്യേണ്ടത്? അല്ല മോനെ, നീ ആ കെട്ടിയിട്ട് കയ്യും കാലും കെട്ടിയിട്ട ഒരാളെ ചുണ്ടിലേക്ക് നീ നോക്കിയിരുന്നോ? അതേ ഉസ്താദേ, ഞാൻ നോക്കിയിരുന്നു. അയാളെന്തോ ചൊല്ലുന്നത് കണ്ടിരുന്നു. അയാൾ ചൊല്ലിയതെന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗഫിർ ലഹു, ഈ വിറക് കെട്ടി എടുത്തു കൊണ്ടുപോകുന്ന ആക്ക് നീ പുറത്തു കൊടുക്കുക അല്ലാ, അയാളെ നന്നാക്കി കൊടുക്കുക അല്ലാ. എൻ്റെ വിറക് കട്ടതിൻ്റെ പേരിൽ ആഖിറത്തിൽ അയാളെ നീ ശിക്ഷിക്കരുത് അല്ലാ, ദുനിയാവിൽ പരീക്ഷിക്കരുത് അല്ലാ. ആ വിറക് കെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന മഹാമനുഷ്യനെ കണ്ടോ? അദ്ദേഹമാണ് എനിക്ക് ഇസ്മുൽ ആദം തന്ന എൻ്റെ ഷെയ്ഖ്. ആ മനുഷ്യനാണ് എൻ്റെ ഗുരുനാഥൻ. ആ മനുഷ്യൻ മറ്റേയാൾക്ക് ദ്വാരുന്നത് അനുകൂലമായിട്ടാണ്, പ്രതികൂലമായിട്ടല്ല.
അതുകൊണ്ട് എൻ്റെ മാന്യ മുസ്ലിം സഹോദരി സഹോദരങ്ങളോട് ആർക്ക് ഒരു കറ വന്നാലും ശാപത്തിന്റെ ദുആ നടത്തരുത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇങ്ങനെ 40 അടി അടിച്ച ഒരു സ്വഹാബിനെ ആക്ഷേപിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, ലാ തൽഅനുഹു, നിങ്ങൾ ആക്ഷേപിക്കരുത്. ഞാൻ അറിഞ്ഞിടത്തോളം അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹം. ആ മനുഷ്യൻ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. ഈ മഹാനുഭാവനെ പറ്റി നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുണ്ട് ബദരിയത്തുൽ ഹംസിയയിൽ, ഐലൻ നല്ലതി ഖദ് ഹാസ മിൻ ഇൽഹാകി ഖൈരിൽ ഖൽഖി കുല്ല മുനായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ശത്രുക്കൾക്ക് എത്രമാത്രം വലിയ റഹ്മത്താണ്, അനുകൂലികൾക്കും റഹ്മത്താണ്, പ്രതികൂലികൾക്കും റഹ്മത്താണ്. നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് അപാകതകൾ സംഭവിച്ചു പോയാൽ മനുഷ്യ സഹജമായിട്ടോ കരുതിക്കൂട്ടിയോ വന്നു എന്ന് കരുതിക്കോളൂ, വെറുപ്പ് കൽബിൽ വേണ്ട. അദ്ദേഹവും നന്നാകണം, ആ ആണും നന്നാകണം, ആ പെണ്ണും നന്നാകണം. ആ നിലക്കാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. അതുകൊണ്ടല്ലേ അബൂജഹൽ കുടുങ്ങിയപ്പോഴും രക്ഷപ്പെടുത്തിയ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങളെ കൊടുക്കാൻ 18 അടവും പയറ്റിയിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ കല്ലെടുത്ത് തലയിൽ ഇടാൻ വേണ്ടി അബൂജഹൽ പോയി. പക്ഷേ അതിനേക്കാളും സ്പീഡിലാണ് തിരിച്ചു വന്നത്. അബൂജഹലിനോട് പലരും ചോദിച്ചു, എന്തേ കല്ലിടാതിരുന്നത്? ഞാൻ അവിടെ ചെന്ന സമയത്ത് കണ്ടതെന്താണെന്നറിയോ? ഖന്ദഖം മിനന്നാർ, ഒരു തീയിന്റെ കിടങ്ങ്, ഒരു തീയിന്റെ കുഴിയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിലേക്ക് ചാടിപ്പോകുമോ എന്ന് പേടിച്ചുപോയി. കല്ല് എടുത്ത് ഇടാൻ വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തിരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ പറഞ്ഞതാണ്, ഇനിയെങ്ങാനും കാബന്റെ മുറ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ തലയിലേക്ക് കല്ലിട്ടുകൊണ്ട് ഞാൻ കല്ല് തല ചതച്ച് കുത്തിച്ചതച്ച് ഞാൻ കൊന്നുകളയും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. പക്ഷേ തിരിച്ചുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ, തങ്ങളെ തലയിൽ കല്ലിടാൻ വേണ്ടി അബൂജഹൽ വന്നിരുന്നു. തങ്ങൾ പറഞ്ഞു, അവൻ പെട്ടെന്ന് തിരിച്ചുപോയില്ലേ? പെട്ടെന്ന് തിരിച്ചുപോയി. എന്തേ നബി അങ്ങനെ തിരിച്ചു പോകാൻ കാരണം? മലക്കുകൾ വ്യത്യസ്ത കാഴ്ചകളാണ് അവന് കൊടുത്തത്. ആ കാഴ്ചകളിൽ ഭീതിപ്പെട്ട് പേടിപ്പെട്ടാണ് തിരിച്ചുപോയത്. ലൗദനാമിന്നീ ലഖ്തതഫതുൽ മലായികതു ഉളുവൻ ഉളുവാ. ഒരു ചാണ് കൂടി അവൻ എന്നോട് അടുത്തിരുന്നുവെങ്കിൽ അവന്റെ ഓരോ അവയവങ്ങളും മലക്കുകൾ റാഞ്ചിക്കൊണ്ടു പോകുമായിരുന്നു. കയ്യൊരു മലക്ക് പറിച്ചു കൊണ്ടുപോകും, തല ഒരു മലക്ക് പറിച്ചു കൊണ്ടുപോകും, ഉടല് മറ്റൊരു മലക്ക് പറിച്ചു കൊണ്ടുപോകും, വലത്തേകാലൊരു മലക്ക് കൊണ്ടുപോകും, ഇടത്തേകാലൊരു മലക്ക് കൊണ്ടുപോകും. പേടിച്ചവൻ മടങ്ങിയത് എന്നെ കൊണ്ട് അള്ളാഹു അവന് ചെയ്ത റഹ്മത്താണ്, നന്നായിക്കോട്ടെ മടങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇതൊക്കെ കിട്ടിയിട്ടും പഠിക്കാത്ത അബൂജഹല് ഒരു ദിവസം തൻ്റെ കൂട്ടുകാരോട്, നേതാക്കളോട്, സഹപ്രവർത്തകരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പറയണം, ഞാൻ രോഗിയാണ് എന്ന് നിങ്ങൾ പറയണം. രോഗിയാണെന്ന് കേട്ടാൽ എന്നെ സന്ദർശിക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്കൊരു ചതിക്കുഴി ഉണ്ടാക്കണം. എന്നിട്ട് ആ കുഴിയിൽ മുഹമ്മദ് വീഴുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഴിയിലിട്ട് നമുക്കങ്ങ് മൂടിക്കളയണം. പിന്നെ ചോദിക്കാനൊന്നും ആരുണ്ടാകൂലല്ലോ. ആ കുഴിയിലങ്ങ് മൂടിക്കളയാം, ഈ പ്രസ്ഥാനം അവസാനിച്ചോളും. അങ്ങനെ നല്ല കുഴി കുഴിച്ചു, ആഴത്തിലുള്ള കുഴി കുഴിച്ചതിൻ്റെ മേലെ പാത്തി വെച്ചു. പാത്തി എന്ന് പറഞ്ഞാൽ അറിയാം മോനെ, പലക എന്ന് പറഞ്ഞാൽ അറിയില്ല. പലക വെച്ചു, നല്ല വീതിയുള്ള പലക. അതിൻ്റെ മേലെ പുതിയ മണ്ണിട്ടു, പിന്നെ അതിൻ്റെ മേലെ പഴയ മണ്ണിട്ടു. അങ്ങനെ പഴയ മണ്ണിട്ട സാധാ നിലയല്ലോ, പഴയ മണ്ണിട്ടു, ശരിക്ക് ക്ലിയറാക്കി നിലത്തോട് നിലം ചേർത്തി വെച്ചു. ഒരു ഭാഗത്ത് പൊന്തിയിട്ടൊന്നുമില്ല, ചേർത്തി വെച്ചു. സുഖല്ല എന്നറിഞ്ഞാൽ, ആർക്ക് സുഖല്ല എന്നറിഞ്ഞാലും പോയി കാണുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിലൊരു സ്വഭാവമാണ്, ഏറ്റവും വലിയ സ്വഭാവങ്ങളുടെ സ്വഭാവമാണ്. നാട്ടിൽ ഒരു രോഗിയുണ്ട് എന്ന് കേട്ടാൽ ആ രോഗിയെ ഒന്ന് സന്ദർശിക്കും, ഒന്ന് ദുആ ചെയ്തു പോരും, വേണ്ട ശുശ്രൂഷകൾ ചെയ്യും. അത് അബൂജഹലിനും അറിയാം, ഞാൻ സുഖമില്ലാതെ കിടന്നാൽ നിങ്ങൾ വരും.
കാരണം അബൂജഹൽ ഒരു ഗോത്രത്തിൻ്റെ നേതാവാണല്ലോ. അപ്പോൾ തങ്ങൾ ഒരു നേതാവിന് സുഖമില്ലാതായെന്ന് കണ്ടാൽ തങ്ങൾ പോകും. സത്യത്തിൽ പ്രതികൂലിയാണ്, പ്രതിപക്ഷമാണ്, തങ്ങളെ വിശ്വസിക്കാത്ത ആളെ എതിർപ്പൊക്കെ ചെയ്യുന്ന ആളാ. എന്നാലും ഒരു മാനുഷിക പരിഗണന അത് പരിഗണിച്ചുകൊണ്ട് തങ്ങൾ പോകും. അതെല്ലാ മനുഷ്യരെ വീട്ടിലേക്കും പോകും. അതറിഞ്ഞുകൊണ്ടാണ് ഈ കുടിയിലൊന്ന് വീഴ്ത്താൻ വേണ്ടി ഈ തന്ത്രങ്ങളൊക്കെ ചെയ്ത് സുഖമില്ലാതെ ആളായിട്ട് അഭിനയിച്ച് വീട്ടിൽ അവിടെ കടന്നു. ഒരാളെ വിട്ട് പറയാൻ വേണ്ടി ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ അമ്രുബിൻ ഹിഷാമിന്, അതാണ് ഒറിജിനൽ പേര്, സുഖല്ല എന്ന വിവരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. ഇല്ല. തങ്ങൾ അപ്പം തന്നെ ഡ്രസ്സൊക്കെ റെഡിയാക്കി പിന്നെ തട്ടൊക്കെ ഇട്ട് തോളിലേക്ക് തട്ടം എടുത്തിട്ട് തലയിലൂടെ ഇട്ട് തങ്ങൾ നടന്നു. അബൂജഹലിൻ്റെ വീട് ലക്ഷ്യമാക്കി നടക്കുക. ആ വീട്ടിലെത്താൻ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ഏകദേശം കുറച്ചും കൂടി നടന്നാൽ ആ കുഴിയാണ്. കുഴി കഴിഞ്ഞാൽ പിന്നെ വീടാണ്. അവിടെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, തങ്ങൾ തിരിച്ചു പോകണം, തിരിച്ചു പോകണം നബിയേ, ഇങ്ങോട്ട് തങ്ങൾ കയറിപ്പോകരുത്, തങ്ങൾ തിരിച്ചു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചു മടങ്ങി. അപ്പൊ അബൂജഹലിന് അതിനേക്കാളും വലിയ മാനക്കേടായി. വീട്ടിലേക്ക് വന്ന ഒരാൾ വീടിൻ്റെ അടുത്തെത്തിയിട്ട് പ്രവേശിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മാനക്കേടാണ്. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്നു, വീട്ടുമുറ്റത്ത് വരെ വന്ന് തിരിച്ചുപോയി എന്നുള്ളത് ആരും കണ്ടില്ലെങ്കിൽ ആർക്കും പ്രശ്നം ഉണ്ടാകൂല. പക്ഷേ കണ്ടാൽ ആളുകൾ പറയും, നിങ്ങളെ മറ്റേ ആൾ പൊരൻ്റെ മുന്നിൽ വന്നല്ലോ, എന്തോ കാര്യം, പിന്നെ ആൾ തിരിച്ചു പോയത്, പടച്ചോനെ എൻ്റെ പൊരൻ്റെ മുറ്റത്ത് വന്ന് എന്തേ പോന്ന് എന്നോട് എതിർപ്പുണ്ടായത്, എന്തേ തിരിച്ചു പോയത്, ഒരു വിഷമാണല്ലോ. ഒരാൾ പൊരൻ്റെ മുറ്റത്ത് വന്ന് തിരിച്ചു പോന്ന് അയാളോട് കാര്യം പറയാതെ പോകാന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആൾക്ക് വിഷമല്ലേ. അപ്പം അബൂജഹലിനോട് ഒരാൾ പോയിട്ട് പറഞ്ഞു, സംഗതി നടക്കൂല, തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ആ തിരിച്ചു പോയത് എന്താണെന്ന് ചോദിക്കണം എന്ന ആ ജിജ്ഞാസയിൽ ഒരൊറ്റ ഓട്ടം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി ഈ കുഴിയിലങ്ങ് വീണും ചെയ്തു. ആ കുഴിയുണ്ട് എന്നുള്ള ഓർമ്മ അപ്പം മനസ്സിൽ നിന്ന് പോയി. അപ്പം ഇത് ചോദിക്കണം എന്നുള്ള ധൃതിയാണ്. ഒരൊറ്റ ഓട്ടങ്ങൾ വന്ന കുഴിയിലാണ് ചാടി. കുഴിയിൽ ചാടിയപ്പോൾ കുടുങ്ങി. നേതാക്കളൊക്കെ കൂവി വിളിക്കാനും കൂക്കി വിളിക്കാനും പരിഹസിക്കാനും കാത്തു നിന്നവരൊക്കെ കയറെടുത്ത് കൊണ്ടുവന്നു. കയറ് ആ കുഴിയുടെ ഉള്ളിലേക്ക് അമർത്തി വെച്ചു. പക്ഷേ കയറങ്ങ് കൊടുക്കും തോറും കുഴിയുടെ ആഴം താഴോട്ട് കൂടുകയാണ്. കയറ് പിടിക്കാനോ വലിക്കാനോ കഴിയുന്നില്ല. ഇവര് കയറിട്ട് കൊടുക്കുമ്പോഴേക്ക് താഴോട്ടെങ്ങനെ ആഴം കൂടുന്നു. വീണ്ടും കയറിന് വലുപ്പം കൂട്ടുന്നു. പിന്നെയും കയറിട്ട് കൊടുക്കുന്നു. താഴോട്ട് ആഴമങ്ങനെ കൂടുന്നു. അബൂജഹൽ ഗത്യന്തരമില്ലാതെ ഉള്ളിൽ വെച്ച് പറഞ്ഞു, ഉദുലി മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എനിക്ക് വേണ്ടി മുഹമ്മദ് നബിയെ വിളിക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൂ. ഉള്ളിൽ വെച്ച് പറഞ്ഞപ്പോൾ അവർ പോയി പറഞ്ഞു, ഇങ്ങനെ അബൂജഹൽ ഒരു കുഴി കുഴിച്ചതിൻ്റെ ഉള്ളിൽ ചാടിയിട്ടുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിനും കാത്തു നിൽക്കാതെ ഒരാളങ്ങനെ കുഴിയിൽ അകപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് തങ്ങൾ ഓടി വരികയാണ്. അബൂജഹലാണോ അവിടെ കിടന്നോട്ടെ എന്ന് തങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ നനച്ചില്ല, അങ്ങനെ നനക്കാൻ പോലും ഒരു പഴുത് നൽകിയില്ല. ഇങ്ങനെ ഒരു ദാരുണമായ രംഗം കേട്ടപ്പോഴേക്ക് പേടിച്ച് തങ്ങൾ ഓടിപ്പോയി. ഒരു മനുഷ്യന്റെ ജീവനാണല്ലോ വലുത്. അവിടെ നോക്കുന്ന കാരുണ്യം അതാണ് സഹോദരങ്ങളെ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഒരാള് രാത്രി സമയത്ത് ഒരാൾ ജനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അയാളെ വാഹനത്തിലെ ഇന്ധനം തീർന്നു, പരിക്കൊന്നും പറ്റിയില്ല, ഇന്ധനം തീർന്നിട്ട് നമ്മളോടൊരു സഹായം തേടുകയാണ്. അങ്ങനെ കുറച്ച് എണ്ണ വേണ്ടിയിരുന്നു, ഞാനിവിടെ കുടുങ്ങിയിട്ടുണ്ട്, നിങ്ങളെ വാഹനത്തിൽ ഫുൾ ടാങ്ക് ഉണ്ടെങ്കിൽ ഒരു കുപ്പി അതിൽ നിന്നൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിച്ചു തന്നാൽ എനിക്കെൻ്റെ വീട്ടിലേക്ക് കാശ് തരാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ കുടുങ്ങിയിട്ടാണ്. നമ്മളെന്താ ചെയ്യാറിയോ, ഒരാളിങ്ങനെ കൈ കാണിച്ചാൽ നിർത്തണ്ട കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിരിക്കും, നിർത്തണ്ട. നമ്മളെ വാഹനത്തിൽ ഫുൾ ആളുണ്ടെങ്കിലും നമ്മളെന്ത് പറയും, നിർത്തണ്ട കേട്ടോ. നമ്മൾ ഭയങ്കര മുഹിബീങ്ങളല്ലേ, ആരെ മുത്തുനബി തങ്ങളെ മുഹിബീങ്ങളെ കഥ പറയണേ, നിർത്തണ്ട. വഴിയോരത്ത് നമ്മളും അങ്ങനെ ഒറ്റപ്പെട്ടു പോകൂലേ സഹോദരങ്ങളെ. അയാൾ വാഹനം അവിടെ നിർത്തിയിട്ട് നമ്മളോട് ഇങ്ങനെ കൈ കാണിച്ച് ഒന്ന് നിർത്തിയിട്ട് എന്താണെന്ന് ചോദിച്ചൂടെ.
ഇങ്ങനൊരു വിഷയമാണ്, നിങ്ങളൊന്ന് സഹായിക്കും. ആ മനുഷ്യനെ ആ പാതിര നേരത്ത് നമ്മളൊന്ന് സഹായിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിസന്ധികളില്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് നമ്മളെ പഠിപ്പിച്ചു ഹബീബ് റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ വിഷമം, ഒരു മനുഷ്യന്റെ പ്രതിസന്ധി ഒരാൾ മാറ്റിക്കൊടുത്താൽ കശഫല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കും. ഇവിടുത്തെ വിഷമക്കളെങ്ങാലും വലിയ വിഷമങ്ങളാണ് ആഖിറത്തിലെ വിഷമങ്ങൾ, ഇതൊക്കെ മാറ്റിക്കൊടുക്കും. നിങ്ങൾ നോക്ക്, നമ്മൾ ആലോചിക്കണം. പലപ്പോഴും ഉണ്ട് അങ്ങനെ. ഒരു കുടുംബം നാകെ വന്നിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശിക്കാൻ അവരിങ്ങനെ വാഹനത്തിനോട് സ്റ്റോപ്പാക്കുന്നുണ്ട്. ട്രാഫിക്കും പോലീസൊന്നുമില്ല. നമ്മളൊന്ന് നിർത്തിക്കൊടുത്താൽ അൽഹംദുലില്ലാ അവർക്ക് സമാധാനത്തോടെ ഇപ്പുറത്തേക്ക് എത്താം, വാഹനം കയറി പോകാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചെയ്യാം. അവരങ്ങ് കടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മളെന്താ ചെയ്യാറ്, നമ്മൾ 4 ഓണും കൂടി അടിച്ചിട്ട് പോക്ക്, ഞങ്ങൾ പോയിട്ട് കടന്നാൽ മതി നിങ്ങൾ. ഓ, നമ്മൾ അവിടെ ഒന്ന് നിർത്തി കൊടുക്കണം. അവർ അപ്പം വേറെ കുറേ ആൾക്കാരാണ് അവിടെ വരച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് അതിൽ പോകണ്ടെന്ന്. എന്ത് വരച്ചില്ലേ, ഒരു മനുഷ്യൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കടക്കാനല്ലേ, ഒരു മിനിറ്റ് വേണ്ടല്ലോ, ഒന്ന് നിർത്തി കൊടുത്താൽ ആ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ആ 2 ആൾക്കാർക്കൊന്ന് ഇപ്പുറത്തേക്ക് കടന്നൂടെ. എത്ര നല്ല സ്വഭാവമാണ്. നമ്മൾ സ്വീകരിക്കണം, മനുഷ്യന്മാരോട് കാരുണ്യം കാണിക്കണം. ഒരു മനുഷ്യന് വണ്ടി ഇങ്ങനെ ഓടിക്കുകയാണ്, റോട്ടിലേക്ക് കയറി ഒന്ന് തിരിക്കാൻ. അപ്പം നിങ്ങൾ നോക്കേണ്ടി, അപ്പോൾ അവിടുന്ന് വരുന്ന വാഹനത്തിനും നമ്മളാടാ വരുന്നൊക്കെ എല്ലാവർക്കും തിരക്കാണ്. എല്ലാവരും ഉദ്ദേശിക്കണം എന്താ, അയാൾ ഇപ്പോഴൊന്നും പോകണ്ട, സുബൈക്ക് പോയാൽ മതി. അയാളൊന്ന് തിരിച്ചെങ്കിലല്ലേ, റോട്ടിൽ ലെവൽ കിട്ടിയെങ്കിലല്ലേ ആ വാഹനം പോകാൻ കഴിയുള്ളൂ. നമ്മളൊന്ന് നിർത്തിക്കൊടുത്ത്, ഒരു ഭാഗം നിർത്തിക്കൊടുത്ത ആളൊന്ന് കയറിയാൽ ബാക്കിയുള്ളവരൊക്കെ അതിന് രക്ഷപ്പെട്ടില്ലേ. ഇനി ആരെങ്കിലും നിർത്തി കൊടുക്കണ്ടേ. ഇയാളിങ്ങനെ കാത്തു നിൽക്കണം, വലത്തോട്ട് നോക്കും, ഇടത്തോട്ട് നോക്കും, വലത്തൊന്നും വാഹനമിന് ഇടത്തൊന്നും വാഹനം, വലത്തൊന്നും വാഹനമിന് ഇടത്തുന്നു. അയാൾ അവസാനം ചിന്തിക്കുന്നു, പടച്ചോൻ ഇതെന്താ സിറാത്തും മുസ്തഖീമോ, ഒരൊഴിവില്ലല്ലോ. ആളുകൾ ഇങ്ങനെ അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു, എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വരികയാണല്ലോ. ഒരാളോട് അയാളൊന്ന് ചില്ല് താത്തിയിട്ട് ഒരാളോട് ഇങ്ങനെ ഒന്ന് കെഞ്ചി, ഒന്നൊന്ന് വണ്ടി എടുക്കട്ടെ. അപ്പോഴും മറ്റേ ആളെന്താ ചെയ്യണം, 4 ഓണം ഉറക്കനടിച്ച് അയാൾ പായാണ്. ഇതൊക്കെ നമ്മൾ മാറ്റണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുങ്ങിയ നേരത്തൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇപ്പോഴത്തെ സമൂഹത്തിന് എന്താ തോന്നുക, നിങ്ങൾ എന്താ തോന്നുക, ഇപ്പോഴത്തെ സമൂഹത്തിന് എന്താ തോന്നുക, ഒരു 4 ഫോട്ടോ എടുത്ത് അതൊന്നായിട്ട് അയച്ചു കൊടുക്കണം. അയാൾ ആ സാധയുടെ കാലിന് പരിക്ക് പറ്റിയിട്ട് ഇങ്ങനെ ഇടങ്ങേറായി കിടക്കുമ്പോൾ ഇയാൾ മറ്റാളിങ്ങനെ വീണതും ചോര പോണതും അതൊക്കെ ഇയാൾ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ടൈമാപ്പോൾ അയാളെ വാരിക്കോരി എടുത്ത് രക്ഷപ്പെടുത്തുന്ന ടൈമല്ലേ. അപ്പോൾ ചിലർ ചിന്തിക്കണം, നമ്മളെ വാഹനത്തിൽ കൊണ്ടുപോയാൽ പിന്നെ നമ്മളതിന് ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. അല്ലാ, നേരെ പിറ്റേന്ന് നമ്മക്കിങ്ങനെ ദുർഗതി വന്നാൽ കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടാവുമോ? അതാ നമ്മൾ പഠിക്കേണ്ടത്. ജനങ്ങൾക്ക് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ കൈ പിടിച്ചുയർത്തിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലാണ് ആ കുഴിയിൽ വീണിട്ട് കയറാൻ കഴിയാത്തത് എന്ന് അറിഞ്ഞിട്ടും ഒരു സെക്കൻഡ് പോലും താമസിച്ച് നിൽക്കാതെ തങ്ങളങ്ങ് ഓടി ഒരു കയറ് തങ്ങൾ വാങ്ങിയിട്ട് കുഴിയിലേക്ക് ഇറക്കിക്കൊടുത്തു. അബൂജഹലിന് പിടുത്തം കിട്ടി, തങ്ങൾ ഒറ്റക്ക് വലിച്ചങ്ങ് കയറ്റി പുറത്തേക്ക് എത്തിച്ചു. രക്ഷപ്പെട്ടല്ലോ, ഒരാൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അബൂജഹലിനും വലിയ റഹ്മത്താണ്, വലിയ കാരുണ്യമാണ്. എല്ലാ ജീവജാലങ്ങളോടും വലിയ കാരുണ്യം കാണിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണാമയമായ സ്വഭാവം നമ്മൾ സ്വീകരിക്കണം, നമ്മളെപ്പോഴും പകർത്തണം. നമ്മൾ ആ സ്വഭാവങ്ങൾ ശീലിച്ച് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റുള്ള ആളുകൾക്ക് വിശാലത ചെയ്യാൻ പഠിപ്പിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശാലതയ്ക്ക് ഒരു കുറവും വരരുത്. ആ വിശാലത വേണ്ടതുപോലെ ചെയ്യണം. അതിനുവേണ്ടി തങ്ങൾ ശഫാഅത്ത് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരോട് തങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, അവരാ വിഷയത്തിൽ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവർക്കും ഉപകാരം നൽകിയ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല
മൃഗങ്ങൾക്കും തങ്ങൾ ഉപകാരം ചെയ്തിട്ടുണ്ട്. അവരുടെ സങ്കടങ്ങളും തങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സങ്കടങ്ങൾക്കും തങ്ങൾ പരിഹാരം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോൾ തങ്ങളെത്തിയത് വേട്ടക്കാരായ ഒരു സമൂഹമുണ്ട്. അവരുടെ പരിസരത്തുകൂടെയാ തങ്ങൾ പോകുന്നത്. ആ വേട്ടക്കാര കൂട്ടത്തിൽ ഒരു അറാബി, ആ അറാബിക്കൊരു ടെന്റുണ്ട്. വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെ കൊണ്ടുവന്ന് കെട്ടുന്ന ടെന്റാണ്. ആ ടെന്റിൽ അതാ ഒരു മാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ ആ മാൻപേട ഈ ടെന്റിന്റെ ഉള്ളിൽ അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് സംസാരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാൻപേട വിളിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഹാദൽ അറാബിയ ഇസ്താദനി, ഈ അറാബി എന്നെ വേട്ടയാടി കൊണ്ടുവന്നതാണ്. എനിക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ കുറെ അപ്പുറത്താണ്. അവര് വല്ലാതെ വിഷമിക്കുന്നുണ്ടാകും. എൻ്റെ അകിട് പാല് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നബിയേ. ഞാനൊന്ന് പോയിട്ട് ആ കുട്ടികൾക്കൊന്ന് മുലയൂട്ടി വന്നാൽ എനിക്ക് സന്തോഷമാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. ഈ അറാബി എന്നെ അറുക്കുന്നില്ല. എന്നെ അറുത്ത് കളയുകയാണെങ്കിൽ എനിക്ക് വിശ്രമിക്കാമായിരുന്നു. പാല് നിറഞ്ഞിട്ടോ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് പാലൂട്ടി വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഞാൻ നിന്നെ ഒഴിവാക്കി തന്നാൽ നീ തിരിച്ചു വരുമോ? നീ മടങ്ങി വരുമോ? പാല് കൊടുത്ത് കാട്ടിൽ തന്നെ നിൽക്കുമോ? ഉടനെ തന്നെ മാന് പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ മടങ്ങി വരും. വഇല്ലാ അദബനില്ലാഹു അദാബൽ ഉഷാർ, അല്ലെങ്കിൽ അല്ലാഹു തആല എന്നെ ശിക്ഷിച്ചു കളയും. ആരെ ശിക്ഷിക്കും പോലെ? അതേ, ആവശ്യമില്ലാത്ത രീതിയിൽ ജനങ്ങളിൽ നിന്ന് ചുങ്കം വാങ്ങുന്ന ആള് അവനെ ശിക്ഷിക്കും പോലെ അള്ളാഹു എന്നെ ശിക്ഷിക്കും. അതേ, മാൻപേട അങ്ങനെ മറുപടി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ കെട്ടയിച്ചു വിട്ടു. അത് കാട്ടിലേക്ക് ഓടി. അതിൻ്റെ കുട്ടികൾക്ക് പാൽ ചുരത്തി തിരിച്ചു വരുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുന്നത്, ഓടി വരുന്നു. അതിൻ്റെ വായില് കടിച്ച പുല്ലുകളുണ്ട്. ആ പുല്ലിങ്ങനെ അരച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാണത് വരുന്നത്. തങ്ങളിങ്ങനെ നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുറച്ച് നേരം കഴിഞ്ഞ് അറാബി വന്നാൽ, ഈ മാൻപേടയെ അറുത്താൽ നാളെ ആ കുട്ടികൾക്ക് മുലയൂട്ടാനാരാണ്? നാളെയും ഈ നേരമാകുമ്പോ ഉമ്മ വരുമെന്ന് കരുതി ആ മക്കളവിടെ കാത്തു നിൽക്കൂലേ? അറാബി വന്നതിനറുത്താൽ നാളെ ആ കുഞ്ഞുങ്ങൾക്ക് മുല കിട്ടാതിരുന്നാൽ, പാല് കിട്ടാതിരുന്നാൽ വനാന്തരങ്ങളിലൂടെ നടന്ന് ആ കുഞ്ഞുങ്ങൾ വിഷമിക്കുകയില്ലേ? വസ്തജാറക യാ ഹബീബി ഇന്ദകല്ലബിയുൻ നുഫൂർ, ഹബീബായ തങ്ങളെ, തങ്ങളോട് വന്ന് കാവൽ ചോദിക്കുന്നത്, അഭയം തേടുന്നത് അതേ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മാൻപേടയാണ്. മാൻപേട സന്തോഷത്തോടെ തങ്ങളോടുള്ള വാക്ക് പാലിച്ച് പുല്ലും കടിച്ച് ചവച്ചരച്ചിങ്ങനെ തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ടെന്റിലേക്ക് അതിനെ കെട്ടി. തങ്ങൾ പോയില്ല, അവിടെ തന്നെ നിന്നു. അവിടുത്തെ സ്നേഹം, അവിടുത്തെ റഹ്മത്ത് നമ്മൾ വായിക്കണം. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും എല്ലാ ജീവികളോടും വലിയ കാരുണ്യവും സ്നേഹത്തോടെ പെരുമാറിയ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, നമ്മളോടും പഠിപ്പിച്ചത്, ഒട്ടകത്തെ കറക്കുന്നവർ, ആടിൻ്റെ പാല് കറക്കുന്നവർ മുഴുവനായും ഊറ്റി വലിച്ച് കടിച്ച് കുടിച്ചെടുക്കരുത്. അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുല കുടിക്കാനുള്ള അല്പമെങ്കിലും മകിട്ടിൽ ബാക്കിയിടണം. ഇത് ചിലർ ഫുള്ള് ഇങ്ങോട്ട് കലക്കിയിട്ട് പിന്നെ മറ്റേ കുട്ടികൾക്ക് എന്താ, കുട്ടികൾക്ക് നമുക്ക് പൊടി കലക്കി കൊടുക്കാന്ന് പറയും. അത് പറ്റൂല. ആ കുഞ്ഞുങ്ങൾക്കുള്ള വളർച്ച ഈ ഉമ്മയുടെ അകിട്ടിൽ നിന്ന് കിട്ടുന്ന പാല് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആടിൻ്റെ പാലിന് എത്ര പൂതി ഉണ്ടെങ്കിലും കുട്ടി കുടിക്കാൻ ഒന്നുണ്ടെങ്കിൽ ആ ഒന്നിന് കുറച്ചെങ്കിലും ഇവിടെ ബാക്കിയുണ്ടാവും. 2 ഉണ്ടെങ്കിൽ 2 കുറച്ചെങ്കിലും ഒന്ന് കിട്ടണ്ടേ അവർക്കൊരാശ്വാസം ഉണ്ടാകാൻ.
അവർക്ക് കഞ്ഞിവെള്ളവും നമുക്ക് പാലും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? കുറച്ചെങ്കിലും അവിടെ ബാക്കി വേണ്ടേ? അങ്ങനെ ബാക്കി ഇടണമെന്ന് പഠിപ്പിച്ച നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പുരുഷന്മാരൊന്നും പോകണ്ട, അവരെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവർ നന്നായി സംഭാവന തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മാൻപേടയെ തങ്ങൾ പിടിച്ച് അവിടെ കെട്ടിയെങ്കിലും ടെൻറ്റിൽ കെട്ടി. ടെൻറ്റിൽ നിന്നാണല്ലോ തങ്ങൾ അയച്ചു വിട്ടു, ടെൻറ്റിൽ കെട്ടി. തങ്ങൾ അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞ് ആറാബി വന്നപ്പോൾ തങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിന്തയാണ്, പടച്ചോനെ നാളെ ആ കുട്ടികൾക്ക് മുല കുടിക്കണ്ടേ, മറ്റന്നാളും മുല കുടിക്കണ്ടേ. ഇന്ന് ആറാബി ഇതിനെ അറുത്താൽ നാളെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ആരാ? ആറാബിയോട് ചോദിച്ചു, ആ ആടിനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ, മാൻപേടയെ വിളിക്കുമോ? ആറാബി പറഞ്ഞു, നബിയെ തങ്ങൾക്ക് ഞാൻ തന്നു, തങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഏറ്റുവാങ്ങി. തങ്ങൾ അതിനെ കെട്ടയിച്ച് വിട്ടു. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ ആ മാൻപേടയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതങ്ങനെ നടക്കുന്ന സമയത്ത് അത് വിളിച്ചു പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് കാണിച്ചൊരു സ്നേഹം. പിൽക്കാലത്ത് അതിൻ്റെ പരമ്പരയിൽ മഹാന്മാരായ ഷെയ്ഖ് അബൂ സക്കരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, കുറേ കാലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹറമിൽ ഞാൻ നിൽക്കുമ്പോ, മദീനത്തെ ഹറമിൽ നിൽക്കുമ്പോ ഒരു ചെറിയ മാൻകുട്ടി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ മുഖാമുഖമായി ദൂരെ നിന്നിട്ട് അതിൻ്റെ തല കൊണ്ടതിങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. ഞാൻ ആ കാഴ്ച ഇങ്ങനെ നോക്കി നിന്നു. തങ്ങളോട് സലാം പറയും പോലെ എനിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാൻപേടയാണ്, മാനിൻ്റെ കുട്ടിയാണ്. അതിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് ഒഴുകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അതെങ്ങനെ പിറകോട്ട് പോകുന്നു. എങ്ങനെ? തിരിഞ്ഞിട്ടല്ല പോകുന്നത്, റിവേഴ്സായിട്ടാ പോകുന്നത്. എന്തിനതിൻ്റെ ബഹുമാനമാണ്. പിന്തിരിഞ്ഞു പോകുമ്പോൾ ബാക്ക് ഷീറ്റിൻ്റെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തേക്കാകും. അങ്ങനെ ആകരുത് എന്ന് കരുതിയിട്ട് വളരെ ആദരവോടെ പിറകോട്ട് അങ്ങനെ നടന്നു പോകുന്നു. ഹറമ് വിട്ട് കിടക്കുന്നത് വരെ അതാ രീതിയിലാണ് പിറകോട്ട് പോയത്. ഞങ്ങളതിന് സാക്ഷിയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായ അബൂ അബ്ദുല്ലാഹി ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മാൻപേടയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറാബിയുടെ ടെന്റിൽ നിന്ന് വാങ്ങിയിട്ട് കെട്ടയിച്ച് മോചിപ്പിച്ച് വിട്ട മാൻപേടയുണ്ടല്ലോ, അതിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടൊരു മെമ്പറാകാം. ഉമ്മയുടെ ബന്ധത്തിന്റെ പേരിൽ മക്കൾക്കും ആ ബന്ധം തുടർന്നു വന്നതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം തുടർന്നു വന്നതാണ്. തങ്ങളോടുള്ള ബന്ധം തങ്ങളുടെ ഹയാത്ത് കാലത്തുള്ളതുപോലെ വഫാത്തിന് ശേഷവും ഉണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾക്കുമുണ്ട്. ഇരിക്കട്ടെ, മനുഷ്യരോടും ജീവജാലങ്ങളോടും മാത്രമല്ല, മരങ്ങളോട് വരെ കാരുണ്യം കാണിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ആവശ്യമില്ലെങ്കിൽ വെറുതെ മരങ്ങൾ വെട്ടിമാറ്റരുത്, ആവശ്യമില്ലെങ്കിൽ ചെടികൾ വെറുതെ വെട്ടിമാറ്റരുത്. അവകൾക്കും ഒരു തസ്ബീഹുണ്ട്. ആ തസ്ബീഹ് പരിസരത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക് വലിയ റഹ്മത്താണ്. അത് പോകട്ടെ, മഖ്ബറയിൽ ഖബറിൻ്റെ മേലെ കുത്തുന്ന 2 ചെടിയില്ലേ? ഇവിടെയും കുത്തല്ലേ? 2 ചെടി ഇവിടെ കുത്തല്ലേ? ഇവിടെ അല്ലേ? ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ചില നാട്ടിൽ പോയാൽ കാണാം റമളാനാകുമ്പോൾ ചിലരൊക്കെ അങ്ങോട്ട് തല മുണ്ടനം ചെയ്യുമ്പോൾ അല്ല, അത് മൊത്തം വെട്ടി ഖറാബാക്കിയതായിക്കോട്ടെ. ആ ഖബറിൻ്റെ മേലെ മുളച്ചു വന്നതിലൊരു മാമ്പഴം ഉണ്ടായാൽ ആ മാമ്പഴം എന്തു ചെയ്യണം എന്ന് വരെ കിതാബിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ നാട്ടിലെ പതിവ്, ഇപ്പോൾ പള്ളിക്കാട്ടിലൊക്കെ മുളച്ചു വരുന്ന മാമ്പഴങ്ങൾ, ചക്കകളൊക്കെ ലേലം ചെയ്തതിൻ്റെ വരുമാനം പള്ളിക്കെടുക്കലാണ്. അങ്ങനെ എടുക്കണം. അതല്ല അവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കലാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. എങ്ങനെയാണെങ്കിലും ഈ കിടക്കുന്ന ഖബറാളികൾക്ക് കൂലിയാണ്.
ദുരുപയോഗം ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല, വെറുതെ ആക്കാൻ പാടില്ല. കാരണം കിടക്കുന്ന ആൾ അവകാശമാണത്, അവർ കൂലി കിട്ടണം. വെറുതെ ഒരു പൂ പോലും പറിക്കാൻ പാടില്ല. ഒരു പൂച്ചെടിയാണ് ഒരാൾ കബറിൽ കുത്തിയത്, ആ പൂവിന്നൊരു സുഗന്ധല്ലേ, അതിൽ നിന്ന് പലരും വന്ന് മധുരം കുടിക്കൂലേ, ആ കുടിക്കുന്നോണ്ട് കബറാളി ഗുണല്ലേ. വെറുതെ ആ പൂ പോലും പറിക്കാൻ പാടില്ല. ഫത്തുഹുൽ മുഈനിലെ ഖബറിന്റെ മേലിട്ട് പൂ എടുക്കാൻ പാടില്ല. കാരണം അതിൽ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അവകാശം ഹനിക്കലുണ്ട്, നഷ്ടപ്പെടുത്തലുണ്ട്. പിന്നെ എങ്ങനെ ചേട്ടിയൊന്നായിട്ട് വെട്ടണ്? പേര് വൈസൗകര്യം ഒരുക്കാണ്, അതിന് വയ്യൻ ശരിയാക്കിയ പോരെ, വയ്യ ശരിയാക്കിയ പോരെ. അതിനാ ഖബറും പുറത്ത് അപ്പുറത്തും പുറത്തുള്ള ചെടി വെട്ടണോ? ഇനിയിപ്പോൾ വേറെ ഒന്നിലേക്ക് കുത്തിക്കൊടുക്കാനുള്ള ഒരു കൊള്ളിയെ വിട്ടുണ്ടെങ്കിൽ അതും ഈ മയ്യത്തിന് ഗുണമാണ്. കാരണം ഈ മയ്യത്ത് കൊണ്ട് തന്നെയല്ലേ വേറെ മയ്യത്തിന് ഗുണം കിട്ടുന്നത്. ഇതങ്ങനല്ല സഹോദരങ്ങൾ, ഇത് മൊത്തം വെട്ടി നിരപ്പാക്കാണ്. ചില സ്ഥലത്ത് പോയാൽ നമുക്കങ്ങനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ നോക്കുമ്പോൾ പള്ളിക്കാടൊക്കെ ഇത് പുതിയതായിട്ട് 2022 പുതിയ വന്നാന്ന് തോന്നിപ്പോവും. 10 വർഷമൊക്കെ നല്ല പഴക്കമുള്ള ഒരുപാട് ഇലകളുടെ തസ്ബീഹ് കിട്ടിയിരുന്ന, പൂക്കളുടെ തസ്ബീഹ് കിട്ടിയിരുന്ന ആ തസ്ബീഹ് മുഴുവനും ആ കിടക്കുന്ന മനുഷ്യൻ ഉള്ളിൽ കിടന്ന് കരയാണ്. പടച്ചോനെ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ഈ പള്ളി പരിസരത്ത് ഒരാളില്ലല്ലോ, ഇതൊന്നും ചെയ്യാനോ അറിയാനുള്ള ഒരാളില്ലായില്ലല്ലോ എന്ന് പറഞ്ഞ് വാപ്പപ്പാപ്പാർ കരയാണ് ഉള്ളിലെന്ന്. എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ശിക്ഷ അനുഭവിക്കുന്ന ഖബറാളികളെ കണ്ടപ്പോൾ 2 കൊള്ളി പച്ച കൊള്ളി കുത്തിക്കൊടുത്തിട്ട് തങ്ങൾ പറഞ്ഞില്ലേ, ഈ കൊള്ളികളുടെ പച്ചപ്പ് നിലനിൽക്കുന്ന കാലത്തോളം ഖബറാളികൾക്ക് അല്ലാഹു ശിക്ഷയ്ക്ക് ലഘൂകരണം നൽകും. നമ്മളെ നാട്ടിൻ്റെ ആൾക്കാർ ആരോടും ചോദിക്കണ്ട, ആരോടും പറയണ്ട, വെട്ടാൻ തീരുമാനിച്ചോ മീറ്റിങ്ങിൽ പാസ്സാക്കി ഒരൊറ്റ വിട്ട്. അത് ശരിയല്ല. അവിടെ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. എത്രത്തോളം നോക്ക് നിങ്ങൾ, ഒരു ഖബറിൻ്റെ ഇടയിൽ ഒരു ഖബറിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വന്ന വലിയ ഒരു കൊമ്പ്, ആ കൊമ്പിലൂടെ വേറെ കുറേ ഖബറിൻ്റെ മേലേക്ക് കൊമ്പുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ഖബറാളികൾക്ക് ഈ പടർന്നു പിടിച്ച കൊമ്പ് ആശ്വാസമാണ്. നമുക്കതിൻ്റെ ചുവട്ടിൽ നിന്ന് ആ തണൽ കിട്ടും പോലെ ആ ഖബറാളിയുടെ ഖബറിൻ്റെ പുറത്തു നിന്ന് മുളച്ചു വന്ന് വികസിച്ച് പന്തലിച്ച ആ മരത്തിൻ്റെ ശാഖകളിൽ നിന്ന് ചുറ്റുഭാഗത്തും കിടക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്, റഹ്മത്താണ് കിട്ടുന്നത്. കാരണം ഈ ചില്ലകളിലുള്ള ഓരോ ഇലകളും ചൊല്ലുന്ന തസ്ബീഹ്, അവർക്കൊക്കെ തസ്ബീഹ് ഉണ്ട്. വഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. കല്ലുകൾക്ക് തസ്ബീഹുണ്ട്, സുബ്ഹാനല്ലാഹ്. മരങ്ങൾക്ക് തസ്ബീഹുണ്ട്, പുല്ലുകൾക്ക് തസ്ബീഹുണ്ട്, സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവനും തസ്ബീഹുണ്ട്. പറവകളുടെ തസ്ബീഹാണ് 2 നേരങ്ങളിൽ അതിൻ്റെ കളകളാരവം മുഴക്കിയിട്ടുള്ള പറക്കൽ. ആടുകൾക്കും കോഴികൾക്കും ഒക്കെ തസ്ബീഹുണ്ട്. ആ തസ്ബീഹുകൾക്കൊക്കെ വലിയ മഹത്വമുണ്ട്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും റഹ്മത്താണ്, കാരുണ്യമാണ്, സ്നേഹമാണ്. ഒരു മരച്ചെടി മുറിച്ചു മാറ്റുന്നതിലും പറ്റാത്ത രീതിയിലാണെങ്കിൽ അത് മുറിച്ചു മാറ്റേണ്ടതില്ല എന്ന് തങ്ങൾ പറയും, നിർദ്ദേശം കൊടുക്കും. ജീവിതകാലത്തും അങ്ങനെ തന്നെ, വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെ. ഇമാം ഖസ്വീനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഷ്ബീലിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു വലിയ ഈത്തപ്പന വൃക്ഷമുണ്ടായിരുന്നു. വഴിയോരങ്ങളിൽ ആ ഈത്തപ്പന വൃക്ഷം നോക്കിയിട്ട് ആളുകൾ പറയും, ഇതിലെ വഴി നടക്കാൻ വലിയ തടസ്സമാണ്. കാരണം ഇതിങ്ങനെ ചാഞ്ഞു നിൽക്കുന്നുണ്ട് വഴിയിലേക്ക്. അതുകൊണ്ട് നടക്കാനുള്ള ആളുകൾക്ക് സൗകര്യപ്പെടുത്താൻ അത് മുറിച്ചു മാറ്റണം. എല്ലാവരും അത് മുറിക്കണമെന്ന തീരുമാനത്തിലെത്തിയപ്പോൾ ഖസ്വീനി ഇമാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ന് രാത്രി ഞാൻ കണ്ടു. തങ്ങളെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ഈ ഈത്തപ്പഴ വൃക്ഷത്തിന്റെ സമീപത്താണ് ഞാനുള്ളത്. ആ ഈത്തപ്പഴ മരം തങ്ങളോട് പരാതിപ്പെടുന്നു, യാ റസൂലല്ലാഹ്, ഇന്നൽ ഖൗമ യുരീദൂന ഖത്ഈ, ജനങ്ങൾ എന്നെ മുറിക്കാൻ ലക്ഷ്യമിടുന്നു, ഞാൻ അവർക്ക് വഴിതടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതേ സമയത്ത് കൂട്ടത്തിൽ ഞാനൊന്ന് പറയട്ടെ, മറ്റുള്ളവർക്ക് വഴി വിശാലമാക്കി കൊടുക്കാൻ വേണ്ടി മരം മുറിച്ചു കൊടുക്കുക, വഴി സൗകര്യം കൊടുക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്.
1 ഏക്കർ സ്ഥലമുണ്ട്, 2 ഏക്കർ സ്ഥലമുണ്ട്, 50 സെൻറ്റ് സ്ഥലമുണ്ട്, 25 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പുറത്ത് താമസിക്കുന്ന നമ്മളെ സഹോദരന് നമ്മൾ ഒരു ചെറിയ 1/2 മീറ്റർ 1.5 മീറ്റർ കൊടുത്താൽ അയാൾക്കൊരു വാഹനം കൊണ്ടുപോകാം. നമ്മൾ പറഞ്ഞ അയാളങ്ങനെ വാഹനം വാങ്ങിയാട്ട് പോകണ്ട, ഇവിടെ വെച്ചാൽ മതി വാഹനം. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഭൂമിൻ്റെ 1.5 മീറ്റർ കൂടി ചുരുങ്ങൂലേ? അത് വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും സ്ഥലം പോകുമല്ലോ. കാശ് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് വേണ്ട, നിങ്ങൾ വാഹനം ഇവിടെ വെച്ചോളൂ, അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അവനാൻ്റെ മുറ്റത്തേക്ക് വാഹനം പോകാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകൂലേ? അവിടെ ഒരു സഹായം ചെയ്തു കൊടുക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമുക്ക് വലിയ സന്തോഷം കിട്ടും. ഒരു വഴി സൗകര്യം ഒരാൾക്ക് കൊടുക്കാം, വഴി സൗകര്യം കൊടുക്കുക. അതിനൊരു മരം മുറിച്ചു മാറ്റണം, മുറിച്ചു മാറ്റുക. കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും ആൾക്കാർ മുറിച്ചു മാറ്റില്ല. അത്തരത്തിൽ ബുഖലന്മാരാകാൻ പാടില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹിബ്ബീങ്ങളല്ലേ? മറ്റുള്ള ആളുകൾക്ക് എളുപ്പം ചെയ്യണം, സന്തോഷം ചെയ്യണം, അവർക്ക് സമാധാനമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പം അവർക്കൊരു വഴി സൗകര്യം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ വഴി നല്ലോണം സൗകര്യപ്പെടുത്തി തരും. ആഖിറത്തിലേക്കുള്ള വഴികളൊക്കെ എളുപ്പമാക്കി തരും. മറ്റുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, നമ്മളെ ജീവിതത്തിന് തടസ്സം ഉണ്ടാകാൻ മതി, മറ്റുള്ള ജീവിതത്തിന് തടസ്സം ഉണ്ടാകാനും കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഒരു മരം മുറിച്ചു മാറ്റിയതിൻ്റെ പേരിലല്ലേ ഒരാൾ സ്വർഗത്തിലെത്തിയത്? ഒരൊറ്റ മരം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഞാൻ ഒരാളെ കണ്ടു, അയാൾ ഒരൊറ്റ കാരണത്താലാണ് അള്ളാഹു അയാളെ സ്വർഗത്തിൽ കടത്തിയത്. ഒരു മരം, ജനങ്ങൾക്ക് ചെറിയ തടസ്സം നിന്ന മരം, അയാളത് മുറിച്ചു മാറ്റിയിട്ട് ആളുകൾക്ക് വഴി സൗകര്യം കൊടുത്തു. അള്ളാഹു അയാളെ സ്വർഗത്തിൽ എത്തിച്ചു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാൾ വന്നിട്ട് 1/2 സെൻറ്റ് തരും, ഒരു കിണർ കുഴിക്കാൻ, ഒരു വെള്ളം കിട്ടാനല്ലേ. സ്ഥാനം നോക്കിയിട്ടേ കുഴിക്കുള്ളൂ. അപ്പോൾ സ്ഥാനം നോക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു അവിടെ സ്ഥാനമുണ്ട്, അത് നിങ്ങളെ പറമ്പ? എൻ്റെ പറമ്പല്ല, അപ്പുറത്തുള്ള ആളെ പറമ്പാ. ചോദിച്ചു നോക്കണം. അവിടെ ഒരു കിണർ കുഴിക്കാൻ 1/2 സെൻറ്റ്, ഇത്ര വലിയ കൂലിയാണ്. കാശ് തരാം, 1/2 സെൻറ്റിൻ്റെ കാശ് തരാം. അയാൾ കാശ് തന്നു. കാശ് തന്നിട്ട് നമ്മൾ കൊടുത്താലും നമുക്ക് കൂലിയുണ്ട്. കാശ് തരാതെ നമ്മൾ കൊടുത്തോ നമുക്ക് അല്ലാഹു തആല തരുന്ന വിശാലതയിൽ കയ്യും കണക്കൂല്ല. അവിടെ പിശുക്ക് കാണിക്കരുത്. അവിടെ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച പാഠമാണ്. സ്നേഹം ചൊരിയണം. ഒരു മരം മുറിച്ചു മാറ്റാൻ ഉദ്ദേശിച്ചപ്പോൾ ഈ മരം നബി തങ്ങളോട് പരാതിപ്പെട്ടു, നബിയെ എന്നെ ഒരു മുറിച്ചു മാറ്റണം എന്നാ ഉദ്ദേശിക്കുന്നത്, എന്നെ നാളെയാകുമ്പോൾ എല്ലാവരും മുറിച്ചു മാറ്റാനാ പദ്ധതി. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, ഇമാം ഖസ്വീനി തങ്ങൾ പറയുന്നു, ഞാൻ ആ മരത്തിൻ്റെ തൊട്ടു ചാരയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തിൻ്റെ പരാതി കേട്ട് അവിടെ നിന്ന് മുറിച്ചു മാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്ത മരത്തെ തങ്ങളൊന്ന് തടവിക്കൊടുക്കുന്നു. അത് നേർക്ക് നേരെ നിൽക്കുന്നു. രാവിലെയായപ്പോൾ ജനങ്ങളെല്ലാവരും വന്നു നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, മരത്തെ മുറിക്കണ്ട എന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ഇപ്പത് നേർക്ക് നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് വഴി സൗകര്യം റെഡിയായിട്ടുണ്ട്. ഞാനും പോയി നോക്കി. ഖസ്വീനി ഇമാം തങ്ങൾ പറയാണ്, ഞാൻ ഇന്നലെ സ്വപ്നത്തിലല്ലേ കണ്ടത്, രാവിലെ ഞാൻ പോയി നോക്കുമ്പോൾ ഫവജത്തുഹാ മുസ്തഖീമാ, മരം നേർക്ക് നിൽക്കുന്നുണ്ട്, പിന്നെ അതിനെ മുറിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഈ മരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തങ്ങളിങ്ങനെ തടവിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിലെ ജനങ്ങൾ മുഴുവനും വത്തഖദൂഹാ മസാറൻ മുതബറകം ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവിക്കൊടുത്തു ഇമാം ഖസ്വീനി തങ്ങൾ പറഞ്ഞപ്പോ ആ മരത്തിന്റെ അടുത്ത് വന്ന് നിന്ന് ബറക്കത്തെടുക്കുന്നു. അവിടെ വെച്ച് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. അത് മരത്തിനെ ആരാധിക്കലല്ല, മരത്തിനെ ദൈവമാക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തൊട്ടു എന്ന രൂപം കിട്ടിയപ്പോഴേക്ക് അതിന് വലിയ ബറക്കത്ത് കിട്ടി. ഹജറുൽ അസ്വദ് നമ്മൾ തൊട്ടുമുത്തുന്നില്ലേ, നേർക്ക് നേരെ മുത്തുന്നില്ലേ? അതിന്റെ കാരണം എന്താണ്? കല്ലിനെ ആരാധിക്കലാണോ? അല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് മുത്തിയിട്ടും തൊട്ടുമുത്തിയിട്ടും നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ സുന്നത്ത് സ്വീകരിച്ചുകൊണ്ട് നമ്മളും ഒരു ബറക്കത്തെടുക്കുകയാണ്. അള്ളാഹുവിനാണ് നമ്മുടെ ആരാധന. തങ്ങൾ അതിലൊരു ബറക്കത്ത് പഠിപ്പിച്ചു തന്നപ്പോ നമ്മളും അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നു. അപ്പം മരങ്ങൾക്ക്, എല്ലാ ജീവജാലങ്ങൾക്കും തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്.
ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി സ്നേഹിക്കണം, അവിടുത്തെ ചരിത്രങ്ങൾ നന്നായി പഠിക്കണം, അത് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കണം, സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു സംഗതിയുമില്ല. എല്ലാ സംഗതികൾക്കും വലിയ പരിഹാരമാണ് സ്വലാത്ത്. ആ നിലക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് വലിയ മാർഗം കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ കഴിയുന്ന വലിയൊരു അമലാണ് സ്വലാത്ത്. നമ്മളെത്ര പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും നമ്മുടെ ഖൽബ് നന്നായി കിട്ടും, വിഷമങ്ങൾ മാറിക്കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരൊറ്റ കാഴ്ച കണ്ടാൽ വലിയ ഭാഗ്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, തങ്ങളെ ദുനിയാവിൽ വെച്ച് ഒരു കാഴ്ച കാണുന്ന സമയത്ത്, സ്വപ്നത്തിൽ ഒരാളൊരു കാഴ്ച കാണുന്ന സമയത്ത്, ആ കാഴ്ച കാണാനുള്ള വലിയൊരു മാധ്യമമാണ് സ്വലാത്ത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്തുകൾ ഏറെ ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ തങ്ങൾ പഠിപ്പിച്ചല്ലോ, സ്വലാത്ത് കൂടുതൽ കൂടുതൽ ചൊല്ലിയാൽ ഇദൻ തുക്ഫാ ഹമ്മക്, നിനക്ക് പരിഹരിക്കപ്പെടും നിന്റെ വിഷമങ്ങൾ മുഴുവനും. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ദുനിയാവിലെ വിഷമങ്ങളും ആഖിറത്തിലെ വിഷമങ്ങളും പരിഹരിച്ചു കിട്ടാൻ വലിയൊരു മാർഗമാണ് സ്വലാത്ത്. അങ്ങനെ സ്വലാത്തുല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന ഒരാൾക്ക് അയാളെ രോഗമാണ് പ്രശ്നമെങ്കിൽ തങ്ങളെ കണ്ട് ആ ലക്ഷ്യം കൊണ്ട് സാധിച്ചു കിട്ടിയ ഒരൊറ്റ പ്രാവശ്യം കാണുമ്പോഴേക്ക് രോഗം അല്ലാഹു മാറ്റിക്കൊടുക്കും. കടങ്ങളാണ് ഒരാളെ ടെൻഷൻ, കടം അല്ലാഹു മാറ്റിക്കൊടുക്കും. ജോലിയൊന്നുമില്ല എന്നാൽ നല്ല ജോലി അല്ലാഹു തആല കൊടുക്കും. അയാൾക്ക് സന്താനങ്ങളില്ല, നല്ല സന്താനങ്ങൾ അല്ലാഹു തആല കൊടുക്കും. എന്താണോ അയാൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, ആ പ്രശ്നം ഉടനടി പരിഹരിക്കപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.